ഔസേപ്പിൻ്റെ വസീയത്ത് എന്ന് പറയുന്നത് ഔസേപ്പ് എന്ന് പറയുന്ന ഒരു വ്യക്തി, അയാൾ ഒരു മലയോര ഗ്രാമത്തിൽ അങ്ങനെ ജീവിക്കുന്ന അയാളുടെ ഒരു കാലഘട്ടത്തിന് ശേഷം തൻ്റെ മക്കളിലേക്ക് എന്തൊക്കെ തുടരുന്നു, എങ്ങനെയൊക്കെ അത് തുടരുന്നു എന്നൊക്കെ തന്നെയാണ് സിനിമ പറയുന്നത്. റൈഫിൾ ക്ലബ്ബ് പോലുള്ള പടങ്ങളിലാണ് എനിക്ക് അങ്ങനെ കുറച്ച് ഹീറോയിസമുള്ള മൊമെൻറ്റുകളൊക്കെ കിട്ടിയത്. അപ്പോൾ നല്ല രസമാണ് അത് കണ്ടുകൊണ്ടിരിക്കാൻ. കുറച്ചുകൂടെ വലിയ ക്യാൻവാസിൽ ഉള്ള ഒരു സിനിമ തന്നെ, പക്ഷേ പ്രേമലുവിൻ്റെ അതേ മീറ്ററിലുള്ള, പ്രേമലു ഇഷ്ടപ്പെട്ട ഓഡിയൻസിന് വേണ്ടി മാത്രമുള്ള സിനിമയായിട്ട് തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കുട്ടേട്ടനെ കണ്ടിട്ടുണ്ട്, എത്ര സിനിമയായി, എന്തൊക്കെ ക്യാരക്ടേഴ്സായി. ഇപ്പോൾ ഈ അച്ഛൻ റോൾ, എനിക്ക് കുട്ടേട്ടൻ എത്രാമത്തെ അച്ഛൻ റോളാണ് ഈ ചെയ്യുന്നത്. ഭയങ്കര രസമായിരുന്നു. ഷാജുവിന് ഞാനിവിടെ ഇങ്ങനെ ലൈൻസ് ഇങ്ങനെ വെറുതെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ അതിലേക്ക് ഇൻറ്റൻസ് ഒരു നമ്മളിങ്ങനെ പറയാം, ഭയങ്കര ഒരു മാജിക് എന്നല്ല, ഒരു ഇൻറ്റൻസ് മൊമെൻറ്റ് കണ്ടെത്താനാണ് ശ്രമിച്ചത്. എനിക്ക് സ്റ്റേറ്റ്മെൻറ്റ് കൃത്യമാണെന്ന് അറിയത്തില്ല. ഞാൻ ഓൺലൈനിൽ അതിൻ്റെ ബഡ്ജറ്റ് കേട്ടിട്ട് പോയി ഞെട്ടിപ്പോയി. അതൊന്നും അല്ല ബഡ്ജറ്റ്, അതിൽ കാശ് തുടങ്ങി. ഞാൻ എവിടെയോ വായിച്ചു, ഒരു ഓൺലൈനിൽ ഏറ്റവും കൂടുതൽ ലാഭം കിട്ടിയ പടമാണ് പ്രേമലു. 3 കോടി രൂപയ്ക്ക് തീർന്നത്. 3 കോടി രൂപയ്ക്കൊന്നും പടം ചെയ്യാൻ പറ്റില്ല. കുറച്ചാൾ മുമ്പ് തന്നെ ഞാൻ ശ്യാമോടെ ഒരു ബാലേന്ദ്ര മേനോൻ്റെ ഒരു സിനിമ ഒന്ന് റീമേക്ക് എന്ന് പറയാൻ പറ്റില്ല, അതിൻ്റെ ഒരു പ്ലോട്ട് എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് പ്ലേസ് ചെയ്യുന്നതിനെ കുറിച്ച് കുറച്ച് ആലോചിച്ചിരുന്നു. ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് പറയുന്ന ഒരു തിയറി ഉണ്ടെന്ന് ഇപ്പോൾ ഇറങ്ങി കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്. അല്ല, എനിക്കില്ല. അല്ലെങ്കിൽ ഞാൻ പറയാം, ബട്ടർഫ്ലൈ എഫക്റ്റ് ആണ്, അല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സീക്വൻസ് എഴുതുകയല്ല. ദ ക്യൂ ഷോ ടൈമിൽ ദിലീഷ് പോത്തൻ, വെൽക്കം. നമസ്കാരം. എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ മഹേഷിൻ്റെ പ്രതികാരത്തിൻ്റെ 9ാം വർഷം ആഘോഷിച്ചൊരു വേളയായിരുന്നു. ദിലീഷ് പോത്തനും ആസ് എ മേക്കർ 9 വർഷങ്ങൾ പിന്നിടുന്നു. ഈ 2011 മുതലുള്ള മലയാള നവതരംഗ സിനിമ ഒരു ഫ്ലോവിനൊക്കെ പറ്റി സംസാരിക്കുമ്പോഴൊക്കെ അതിൽ മഹേഷും വരാറുണ്ട്. അതിലെനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് ഈ ഡീറ്റെയിൽസ് ആൻഡ് ഇമോഷൻസ്, അതിലാണ് ആളുകൾ റിപ്പീറ്റഡ്ലി മഹേഷിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും. ഈ ഇത്രയും വർഷം കഴിഞ്ഞ് ഇപ്പോൾ ഇരിക്കുന്ന ആക്ടർ, ഡയറക്ടർ, പ്രേക്ഷകനായ ദിലീഷ് പോത്തനെ മഹേഷിനോട് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് ശരിക്കും പോത്തേട്ടൻ ബ്രില്യൻസ്? അങ്ങനെയൊന്നുമില്ല. എന്താ ശരിക്കും ഒരു ടേക്ക് അവേ അല്ലെങ്കിൽ കിക്കൊക്കെ എന്താ ഇപ്പോഴും മഹേഷിന്? മഹേഷ്, ആൾക്കാർ ഇപ്പോഴും അതിനെക്കുറിച്ച് സംസാരിക്കുകയും എവിടെ കാണുമ്പോഴും അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും സംസാരിക്കുമ്പോൾ സന്തോഷമുണ്ട്. എൻ്റെ കരിയറിലെ ഒരു ഭയങ്കര ജംഗ്ഷൻ തന്നെയാണ് മഹേഷ്. അത് മലയാള സിനിമയിൽ അത്രയധികം സ്വാധീനിച്ച പടങ്ങളിലൊന്നായി മാറുന്നു എന്ന് പറയുന്നത് നമുക്ക് സന്തോഷമുള്ള കാര്യം. ഈ ഔസേപ്പിൻ്റെ വസീയത്ത് വരുന്ന സമയത്ത് ഈ ലീഡ് ആക്ടറായിട്ട് ബാക്ക് സിനിമകൾ വരുന്ന സമയം കൂടിയാണ്. അവിടെ ഔസേപ്പിൻ്റെ വസീയത്ത് ഒരു സിനിമ, മൾട്ടിപ്പിൾ ആക്ടേഴ്സ് ഉണ്ട്, കുറച്ചും കൂടെ ഇൻറ്റൻസ് ഡ്രാമ കൈൻഡ് ഓഫ് സെറ്റപ്പിലാണ് സിനിമ വരുന്നത്. എന്താ ശരിക്കും ഔസേപ്പിൻ്റെ വസീയത്ത്? ഔസേപ്പിൻ്റെ വസീയത്ത് ഇപ്പോൾ ലീഡ് ആക്ടർ എന്നുള്ളൊരു കോൺസെപ്റ്റ് എത്രമാത്രം കറക്റ്റാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ മാത്രമല്ല, ഇപ്പം കുട്ടേട്ടൻ്റെ ഭയങ്കര അങ്ങനത്തെ ഒരു ക്യാരക്ടർ, ഷാജോൺ ചെയ്യുന്ന ക്യാരക്ടർ, കനി ചെയ്യുന്ന ക്യാരക്ടർ, അങ്ങനെ ഒരുപാട് പ്രധാന കഥാപാത്രങ്ങൾ അന്ന് പറയാവുന്ന ഒരു കാറ്റഗറിയിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഔസേപ്പിൻ്റെ വസീയത്ത്. അപ്പോൾ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ആക്ടേഴ്സ് ഉണ്ട്. അത് എന്താ പറയുക, ഔസേപ്പിൻ്റെ വസീയത്ത് എന്ന് പറയുന്നത്, ഔസേപ്പ് എന്ന് പറയുന്ന ഒരു വ്യക്തി, അയാൾ ഒരു മലയോര ഗ്രാമത്തിൽ അങ്ങനെ ജീവിക്കുന്ന അയാളുടെ ഒരു കാലഘട്ടത്തിന് ശേഷം തൻ്റെ മക്കളിലേക്ക് എന്തൊക്കെ തുടരുന്നു, എങ്ങനെയൊക്കെ അത് തുടരുന്നു എന്നൊക്കെ തന്നെയാണ് സിനിമ പറയുന്നത്. അതാണ് അതിൻ്റെ. ഈ ബാക്ക് ടു ബാക്ക് പല സിനിമകളിലായിട്ടേ ഈ ഹൈ റേഞ്ച്, ഇടുക്കി, മലയോര പ്രദേശങ്ങൾ, ഇതെല്ലാം ദിലീഷേൻ്റെ സിനിമ എന്നല്ല മറ്റ് സിനിമകളും റിപ്പീറ്റഡ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പലപ്പോഴും അതിൽ ഈ ത്രില്ലർ സിനിമകളിലാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. പലപ്പോഴും പല മേക്കേഴ്സോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഈ ഇത്തരം ഏരിയകളിൽ ഐസൊലേറ്റഡ് ആയ മനുഷ്യന്മാരുണ്ട്, ഐസൊലേറ്റഡ് ആയ ജീവിതങ്ങളുണ്ട്, പിന്നെ ഈ ഹയർപിൻ പോലെയുള്ള വളവുകൾ, തിരിവുകൾ, ക്യൂരിയോസിറ്റി ഫാക്ടേഴ്സ് എല്ലാം ഈ പ്രദേശം പോലെ തന്നെ അവിടുത്തെ മനുഷ്യന്മാർക്കുണ്ട്. ഇതെല്ലാമാണ് പറയുന്നത്. ഈ സിനിമകൾ ബാക്ക് ടു ബാക്ക് കാണുന്ന പ്രേക്ഷകൻ എന്ന രീതിയിൽ ദിലീഷേട്ടൻ എങ്ങനെ ശരിക്കും സിനിമകൾ പലപ്പോഴും ഹൈ റേഞ്ച് കയറുന്നത് അതൊരു സീസൺ പോലെ ഇങ്ങനെ പോകുമ്പോൾ? ഇല്ല, അങ്ങനെ അത്രമാത്രം ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല. നമ്മളിപ്പോൾ എല്ലാ മേഖലയും ഇപ്പം ഹൈ റേഞ്ച് മാത്രമല്ല, ഇപ്പം നേരത്തെ അത് കുറച്ചും കൂടെ ചിലപ്പോൾ അങ്ങോട്ടേക്ക്, ഇപ്പം നമ്മളിപ്പോൾ കണ്ണൂരായിക്കോട്ടെ അല്ലെങ്കിൽ വയനാട്ടിലും ഇടുക്കിയിലുമൊക്കെ കൂടുതൽ ഷൂട്ടിങ്ങുകൾ ചെല്ലുന്നുണ്ട്. അവിടുത്തെ ലൈഫിൽ ഒരുപാട് കഥകൾ ആ പ്രദേശത്തെ വെച്ചിട്ട് പറയുന്നുണ്ട് എന്നുള്ളത് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഇങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങനെ കൂടുതൽ സിനിമകളുണ്ട് എന്നൊന്നും തോന്നുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒറ്റപ്പെട്ട ജീവിതങ്ങൾ അങ്ങനെയൊക്കെ പറയുന്നത് പറയാൻ കുറച്ച് സൗകര്യം ഉണ്ടായിരിക്കും അങ്ങനത്തെ ലാൻഡ്സ്കേപ്പിന്. കഴിഞ്ഞ കാലയളവിൽ എനിക്ക് തോന്നുന്നു ലീഡായി ഇപ്പോൾ OBBക്ക് ശേഷം വരുന്ന സിനിമകളിൽ ഭയങ്കര സിനിമാറ്റിക് മൊമെൻറ്റുകളാണ് സിനിമ. റൈഫിൾ ക്ലബ്ബ്, അതിൽ ഈ സെക്രട്ടറി അവറാണെന്ന് പറഞ്ഞ ക്യാരക്ടർ, സ്പെഷ്യലി ഈ ഹാങ് ചെയ്ത് വരുന്ന സീക്വൻസ്, അത് തിയേറ്ററിൽ മറ്റേ ഫസ്റ്റ് ഷോ എക്സ്പീരിയൻസ് നമുക്ക് ഭയങ്കര ഹൈ ആയിരുന്നു. ഈ സിനിമാറ്റിക് സെറ്റ് പീസുകൾ, അതങ്ങനെ ഒരു ഫ്രെയിം വർക്ക്, ഭയങ്കര ബാക്ക്ഗ്രൗണ്ട് സ്കോറ്, അതിലൊരു ഹീറോ മെറ്റീരിയലായിട്ട് വന്ന് നിൽക്കുന്നത്, അത് തിയേറ്ററിൽ വാച്ച് ചെയ്യുന്നത് ശരിക്കും എങ്ങനെ മൊമെൻറ്റ്?
സന്തോഷമാണ്, നമുക്ക് കുറച്ച് കൗതുകമായിരിക്കും. ഞാനങ്ങനെ സിനിമാറ്റിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വളരെ കുറവ് ചെയ്തിട്ടുള്ള ഒരു ആക്ടറാണ്. ഞാൻ എപ്പോഴും ചൂസ് ചെയ്യുമ്പം കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കാറ്. കാരണം എനിക്കങ്ങനെ ഒരു ഹീറോ ഫീച്ചേഴ്സൊക്കെ കുറവാണ് വിചാരിക്കുന്ന ആളാണ് ഞാൻ. ഒരു കൺവെൻഷണൽ ഹീറോയുടെ ഫീച്ചേഴ്സൊക്കെ കുറവുണ്ടെന്ന് വിചാരിക്കുന്ന ഒരു ആക്ടറാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ക്യാരക്ടർ റോളുകൾ സെലക്ട് ചെയ്യാനാണ് ഞാൻ എപ്പോഴും ശ്രമിക്കാറ്. ഇപ്പം റൈഫിൾ ക്ലബ്ബ് പോലുള്ള പടങ്ങളിലാണ് എനിക്ക് അങ്ങനെ കുറച്ച് ഹീറോയിസമുള്ള മൊമെൻറ്റുകളൊക്കെ കിട്ടിയത്. അപ്പോൾ നല്ല രസമാണ് അത് കണ്ടുകൊണ്ടിരിക്കാൻ. പ്രേക്ഷകരൊപ്പം തിയേറ്ററിൽ ഇരുന്ന് അങ്ങനെ കാണുമ്പോൾ, അല്ലെങ്കിൽ അത് അങ്ങനത്തെ ഒരു ക്യാരക്ടർ നമ്മൾ ചെയ്യുന്ന ഒരു എന്താ പറയുക, അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ ഒരു ചെറിയ ഇവൻറ്റ് പോലും വലുതായിട്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന പോലത്തെ ഒരു അവസ്ഥ നമുക്ക് തോന്നുന്നു. നമ്മൾ ചെറിയൊരു ഇവൻറ്റ് നടക്കുമ്പോഴും ആ ഹീറോയ്ക്ക് സിനിമ അങ്ങനെ ഒരു ഹീറോയ്ക്ക് വേണ്ടി എത്തിച്ചിട്ടുണ്ടാവും റൈറ്ററും ഡയറക്ടറും ഒക്കെ കൂടെ. അപ്പോൾ നമുക്കത് എഫേർട്ട് ഇല്ലാതെ കൈയടി കിട്ടുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ഈ ഇത്തരം സിനിമകൾ വരുമ്പോഴേ അതിലൊരു എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. അതായത് ടെക്സ്റ്റ് ഉണ്ട്, ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അവിടെ എൻ്റെ പെർഫോമൻസിൽ ഈ പറഞ്ഞ ഇമ്പാക്ട് ഡെലിവറി ചെയ്യാന്നുള്ളത്. നമുക്കൊരു സ്ക്രീൻ ടൈം കൂടുതലുള്ള ക്യാരക്ടേഴ്സ് വരുമ്പോഴത്തേക്ക് ആയിട്ടാണ് സംഭവിച്ചത്. ചിലപ്പോൾ നമ്മൾ സിനിമയിൽ ഇങ്ങനെ ഷോൾഡർ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഈ കഥാപാത്രമായിരിക്കും ഒരു സമയത്തേക്ക് ഈ സിനിമയെ ഷോൾഡർ ചെയ്യേണ്ടത്. അത് നമുക്ക് വർക്ക് ചെയ്ത് വരുമ്പോഴത്തേക്ക് അതൊരു ഉത്തരവാദിത്തം പോലെ ഒരു ആക്ടർക്ക് തോന്നുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുവേണ്ടി ശ്രമിക്കും. ഈ സെക്രട്ടറി ആവാൻ പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് അതിൻ്റെ എഴുത്തിൽ തന്നെ ഇയാൾ അവിടെ തന്നെ ഹ്യൂമിലേറ്റ് ചെയ്യുന്നുണ്ട്, ഇയാൾ വീഴുന്നുണ്ട്, ഓട്ടോമാറ്റിക് എല്ലാവർക്കും ഇയാൾ തിരിച്ചു വരണം, തിരിച്ചടിക്കണം. അത് കുട്ടേട്ടൻ്റെ ഈ പറഞ്ഞ എൻ്റെ പിള്ളേർ വരുന്നിടാന്ന് പറയുന്നിടത്തുനിന്ന് പിന്നെ ഓഡിയൻസ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണോ അതാണ് ഡെലിവറി ചെയ്യുന്നത്. ഈ സെക്രട്ടറി അവറാൻ്റെ ഒരു തിയേറ്റർ മൊമെൻറ്റ് പറഞ്ഞു, ഇതിനൊരു ഫസ്റ്റ് കേൾക്കുന്ന ഒരു ബ്രീഫും പിന്നെ പെർഫോമൻസിനുള്ള എന്തെങ്കിലും തയ്യാറെടുപ്പുകൾ, അങ്ങനെ ഒരു പ്രീ ഡിസൈൻ പ്ലാൻ ഉണ്ടായിരുന്നു ശരിക്കും? ഇല്ല, അങ്ങനെ ഇല്ലായിരുന്നു. ഭയങ്കര പ്ലാനുകളൊന്നും ഇല്ലായിരുന്നു. ആഷിഖേട്ടനെയും ശ്യാം പുഷ്കറിനെയൊക്കെ അങ്ങ് ഫോളോ ചെയ്ത് വന്നതിനെ കൃത്യം പറയാനുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ അവറാനെ പോലുള്ള കഥാപാത്രങ്ങൾ ജീവിതത്തിൽ അങ്ങനെ കണ്ടുപരിചയമൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ അതൊക്കെ ഉണ്ട്, അത് ഉൾക്കൊള്ളാൻ സഹായിച്ചിട്ടുണ്ടാവാം. പിന്നെ ഈ പറഞ്ഞാൽ അത് തന്നെ മേക്കേഴ്സ് നമ്മൾ ചിലപ്പം കറക്റ്റ് ഇടയ്ക്ക് എന്നോട് അല്ലെങ്കിൽ ശ്യാമോ ആഷിഖ് ഏട്ടനോ ചിലപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ പറയും, ഇടയ്ക്ക് ദിലീഷ് പോത്തൻ കയറുന്നുണ്ട് കേട്ടോ എന്ന് പറയുന്നതല്ല. അവറാനിൽ നിന്ന് അകലുമ്പോൾ നമ്മളൊരു മേക്കർ അതിലേക്ക് തന്നെ പിടിച്ചിടുമ്പോഴും കൂടിയാണ് നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ ക്യാരക്ടറിൽ നിൽക്കാൻ പറ്റുന്നത് എനിക്ക് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം നല്ല മേക്കേഴ്സാണെങ്കിൽ ആ ക്യാരക്ടറിൽ നിന്ന് പുറത്തു പോകാതെ ഒരു കുറച്ചും കൂടെ നമ്മളെ പിടിക്കും. നമ്മുടെ കയ്യിൽ നിന്ന് ഇടയ്ക്ക് ചിലപ്പം നമ്മുടെ പേഴ്സണലായിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ അറിയാതെ കയറി വരും ക്യാരക്ടറിലേക്ക് നമ്മൾ. ഈ കുറച്ച് നാളായിട്ടുള്ള മലയാള സിനിമയെ പറ്റിയുള്ള ഡിസ്കഷനിലെല്ലാം മൾട്ടിപ്പിൾ ജോണറൊക്കെ പറയുന്ന പോലെ തന്നെ ഒട്ടുമിക്ക എല്ലാ ചർച്ചകളിലും വരുന്ന പേരാണ് കുട്ടേട്ടൻ്റെ പേര്. പൂക്കാലം മുതൽ ഇങ്ങോട്ടേക്കുള്ള കുട്ടേട്ടൻ്റെ ഒരു കരിയർ ഫേസ്, പുള്ളിയുടെ സെലക്ഷൻ, കിഷ്കിന്ദ കാണ്ഡം, ഇതൊക്കെ ഡിസ്കഷൻ വരാറുണ്ട്. റൈഫിൾ ക്ലബ്ബ്, കുട്ടേട്ടൻ്റെ മുമ്പ് പെർഫോം ചെയ്യുമ്പോൾ തിയേറ്ററിന് ഭയങ്കര ബാക്ക്ഡ്രോപ്പ് ഉണ്ട്, നിങ്ങൾ രണ്ടുപേരുടെ കയ്യിലുണ്ട്. ഈ ആക്ടേഴ്സ് ഡൈനാമിക്സ്, അവിടെ ചിലപ്പോൾ ഈ പറഞ്ഞ പ്രായം കൂടിയ ഒരു ക്യാരക്ടർ കുട്ടേട്ടൻ പെർഫോം ചെയ്യുമ്പോൾ അയാൾക്ക് ഉണ്ടാകുന്ന ഒരു ഡോമിനൻസ് ഉണ്ടാവാം. അവിടെ വിധേയപ്പെട്ട് നിൽക്കേണ്ട ഒരു ക്യാരക്ടർ ആയിരിക്കാം, ചിലപ്പോൾ അയാളെ ഡോമിനേറ്റ് ചെയ്യേണ്ട വരുമായിരിക്കാം. നിങ്ങളുടെ ആക്ടേഴ്സ് ഡൈനാമിക്സും സ്ക്രീൻ ടൈമിലെ പെർഫോമൻസും ശരിക്കും അതെങ്ങനെയാണ്? അടിപൊളിയാണ്. കുട്ടേട്ടനോട് വർക്ക് ചെയ്യാൻ ഭയങ്കര നമുക്ക് ഭയങ്കര സന്തോഷമുള്ള തോന്നും, നമുക്ക് ഭയങ്കര കംഫർട്ടായിട്ട് തോന്നും. ഞാനിപ്പം പല പടങ്ങളിലും ഇപ്പം കുട്ടേട്ടൻ്റെ കൂടെ അങ്ങനെ കോ ആക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പൊസിയത്തിൽ കുട്ടേട്ടൻ്റെ മൂന്നാം മക്കളിൽ മൂത്തയാളായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. അപ്പം ഈ കുട്ടേട്ടനായിട്ട് ഈ കുഞ്ഞു കാര്യങ്ങൾക്ക് വരെ കുട്ടേട്ടൻ എടുക്കുന്ന എഫേർട്ട് തന്നെയല്ല. ഞാൻ പേഴ്സണലി ചോദിച്ചിട്ടുണ്ട്. ഇപ്പം ഞാനിപ്പോൾ ഒരു 19 സിനിമയൊക്കെയായി. അപ്പം നമുക്കിങ്ങനെ ഓരോ സിനിമ കഴിയും തോറും കൗതുകം ഇങ്ങനെ കുറഞ്ഞു വരും. മനുഷ്യരാണ്, അഭിനയിക്കാൻ ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും നമുക്ക് എക്സ്പീരിയൻസ്. ഞാൻ കുട്ടേട്ടനെ കണ്ടിട്ടുണ്ട്, എത്ര സിനിമയായി, എന്തൊക്കെ ക്യാരക്ടേഴ്സായി. ഇപ്പോൾ ഈ അച്ഛൻ റോൾ, എനിക്ക് കുട്ടേട്ടൻ എത്രാമത്തെ അച്ഛൻ റോളാണ് ഈ ചെയ്യുന്നത്. എങ്ങനെയാണ് ഇതിനെ ഇങ്ങനെ വ്യത്യസ്തമായിട്ടും അതിലിങ്ങനെ താല്പര്യത്തോടു കൂടി ഒരു കുഞ്ഞു കാര്യത്തിൽ ഞാൻ കുട്ടേട്ടനെ മീശയുടെയും മുകളിലത്തെ ഒരു ചെറിയ സാധനം കഴിഞ്ഞ സീനിൽ നരച്ചിട്ടുണ്ടായിരുന്നു, ഈ സീനിൽ നരച്ചിട്ടില്ല. പുള്ളി അതിൽ വറീഡാണ്. അത്രയധികം അതിനകത്ത് ഇൻവോൾവ് ചെയ്ത് ആക്ട് ചെയ്യുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ക്യാരക്ടർ കൃത്യം ആക്ടേഴ്സ് അല്ലെങ്കിൽ റൈറ്റേഴ്സോ ഡയറക്ടറൊക്കെ പുള്ളിയുടെ ക്യാരക്ടറിൽ കൃത്യമായിട്ട് വർക്ക് ചെയ്തിട്ട് തോന്നിയിട്ടില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ പുള്ളി അടയും, പുള്ളി ഇറിറ്റേഷൻ കാണിക്കും. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, അതെന്താണ് ആ ക്യാരക്ടർ അങ്ങനെ ചെയ്യില്ല, അങ്ങനെ ചോദിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന സെൻസിബിൾ ആയിട്ടുള്ള ആക്ടർ, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആക്ടർ, അതൊക്കെ തന്നെയാണ് വിജയരാഘവൻ. ഈ കൗതുകവും ക്യൂരിയോസിറ്റിയൊക്കെ പറയുമ്പോഴേ സിനിമകൾ ബാക്ക് ടു ബാക്ക് അഭിനയിക്കുന്നുണ്ട്. എന്നാൽ സംവിധായകൻ എന്ന രീതിയിൽ ഈ പറഞ്ഞ പോലെ സിനിമകൾ അടുത്തൊരു സിനിമ എന്നുള്ള എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന മേക്കറോടെയാണ് ദിലീഷ് പോത്തൻ എന്ന് പറയുന്നത്. ഈ ലോങ് ഗ്യാപ്പ്, അതിൽ
ശരിക്ക് ഈ അടുത്തൊരു സിനിമയ്ക്കും മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങൾക്കുള്ള സമയമാണോ, അതോ ആളുകൾ ഈ സിനിമ എങ്ങനെ എടുക്കുന്നുള്ള ആൻസൈറ്റി ആണോ, എന്തതിലുള്ള ഡിലേയുടെ കാരണമാണ്? അത് കൃത്യമായിട്ടുള്ളൊരു സാധനത്തിലേക്ക് എത്തിപ്പെടാനുള്ള താമസം മാത്രമാണ്. അപ്പോൾ ഞാനിപ്പം ജോജി കഴിഞ്ഞ് ഒരു 5-6 മാസത്തിന് ശേഷം മുതൽ, ഒരു 5-6 മാസം ചിലപ്പോൾ ഞാനൊരു ബ്രേക്ക് എടുത്തിട്ടുണ്ടാവാം. അതിനുശേഷം മുതൽ അടുത്തൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. ഒരു പുതിയ ഐഡിയനെ തപ്പുന്നു, അല്ലെങ്കിൽ ഐഡിയയ്ക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ശ്രമിക്കുന്നുണ്ട്. ചിലപ്പോൾ നമുക്കൊരു ഐഡിയ തോന്നുന്നുണ്ട്, ഞാൻ ചിലപ്പോൾ അതിൻ്റെ റൈറ്ററുമായിട്ട് നമ്മളങ്ങനെ ഇരിക്കുന്നുണ്ടാവാം. അത് പക്ഷേ ഇങ്ങനെ കൃത്യമായിട്ടുള്ള സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു പോയിന്റിലേക്ക് അത് വളർന്നു വരാഞ്ഞിട്ടാണ്. ചില സാഹചര്യം എത്തുമ്പോഴത്തേക്കും നമുക്ക് തോന്നുന്നു അത് വർക്കായില്ല, അപ്പം നമ്മളതിനെ വീണ്ടും ഡ്രോപ്പ് ചെയ്യുന്നു, വീണ്ടും അടുത്ത പരിപാടിക്ക് പിടിക്കുന്നു, അങ്ങനെ സംഭവിച്ചു പോകുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതല്ലാണ്ട് അതിനകത്ത് ഞാൻ പറഞ്ഞില്ല, ഒരു ആ ഒരു ഡിലേ ഒരു നല്ല, അല്ലെങ്കിൽ നമ്മളെ തന്നെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ഐഡിയക്കോ ഒരു സിനിമയ്ക്കോ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പെന്ന് തന്നെ പറയാം. അതാണ് എന്തായോ ഈ ആയിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് ഒരു ഐഡിയയിൽ, അത് വട്ടത്തുനിന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കുറച്ചായി വന്നിട്ടുണ്ട്, അപ്പോൾ അത് എല്ലാം കൊണ്ട് ശരിയായ ഈ ഐഡിയ പറയുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്ത് ജോണർ ഇപ്പോൾ പരീക്ഷിക്കാനുള്ള ഒരു സ്പേസ് കുറച്ചും കൂടെ മലയാളത്തിൽ വലുതായ പോലെ തോന്നിയിട്ടുണ്ട്. പിന്നെ സോംബി സിനിമകൾ പല തരത്തിൽ കഴിഞ്ഞ ദിവസം അനൗൺസ് ചെയ്യുന്ന ഒരു മൾട്ടിവേഴ്സ് മൂവി വരെ, സൂപ്പർ ഹീറോ മൂവി വരെ മലയാളത്തിൽ നമ്മുടെ ഇൻഡസ്ട്രിയുടെ പാർട്ടായിട്ട് അത് വരുന്നുണ്ട്. ഈ മേക്കേഴ്സിന്, ക്രിയേറ്റേഴ്സിന് ശരിക്ക് അവരുടെ ഒരു സ്പേസ് കണ്ടെത്താൻ കൂടെ ഓഡിയൻസ് നൽകുന്ന ഒരു ടൈം കൂടെ പോലെ തോന്നി 2024-2025 എന്നുള്ള വർഷങ്ങളിൽ. അത് ഈ കോവിഡാനന്തരമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ സ്പേസ് കിട്ടുന്നത്. ഇപ്പം നമ്മുടെ ഓഡിയൻസും പല ജോണേഴ്സിലുള്ള സിനിമകൾ പല ലാംഗ്വേജിൽ നിന്ന് കാണുകയും അതുമായിട്ട് അതിനെ പരിചയപ്പെടുകയൊക്കെ ചെയ്യുന്നതിനകത്ത് ഭയങ്കര ഫാക്ടറായിരിക്കും. ഇപ്പം അല്ലെങ്കിൽ അങ്ങനെ പല ജോണേഴ്സിൽ സിനിമ കാണുന്ന ഓഡിയൻസിൻ്റെ എണ്ണം ക്രമാതീതമായി കൂടിയിട്ടുണ്ട് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഓഡിയൻസിൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ലാംഗ്വേജിൽ നിന്ന് അങ്ങനത്തെ ഒരു ശ്രമം വരുമ്പോൾ ഒരു കൂടുതൽ ഒരു എന്താ പറയുക, ഒരു കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം കഴിഞ്ഞ വർഷം ഗഗനചാരിയൊക്കെ പോലുള്ള സിനിമകളൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ പുതിയൊരു ജോണർ വരുമ്പോൾ ആൾക്കാർ കുറച്ചും കൂടെ എക്സൈറ്റഡ് ആയിട്ട് അതിനെ കൈയടിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഓരോ സിനിമ കാണുമ്പോഴും അല്ലെങ്കിൽ ക്രിയേറ്റേഴ്സ് പല സിനിമ ചെയ്യുമ്പോഴും ഇവരെപ്പോഴും ഒരു എന്താ പറയുക, തിരിഞ്ഞു പോകാൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ വീണ്ടും പോയി റീവാച്ച് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന സിനിമയെ പറ്റി പറയാറുണ്ട്. അവർക്കൊരു പേഴ്സണൽ ബൂസ്റ്റ് ആയിരിക്കാം, അവരൊരു അഡ്രിനാലിൻ പമ്പിങ് ആയിരിക്കാം, അടുത്തൊരു ഷോട്ടിന് മുന്നേ അടുത്തൊരു സിനിമയ്ക്ക് മുന്നേക്ക് അവരെ റീചാർജ് ചെയ്യുന്ന പോലെ. അത്തരത്തിൽ ദിലീഷ് പോത്തൻ എന്ന മേക്കറിനൊരു തിരിച്ചുപോക്കൽ ഭയങ്കര എളുപ്പമായിട്ടുള്ള സിനിമയുണ്ടോ ശരിക്കും? ഇല്ല, അങ്ങനെ എനിക്ക് പേഴ്സണലി പറയാനൊന്നുമില്ല. അങ്ങനെയില്ല, ഞാൻ അങ്ങനെ കാണാറില്ല അങ്ങനെ സിനിമകൾ. ഈ പലരും ഇതുപോലെ പറയും, ആക്ടേഴ്സും പറയും, മേക്കേഴ്സും പറയും, സ്വന്തം സിനിമകൾ പിന്നെ ഇരുന്ന് കാണാറില്ല, തിയേറ്ററിലും കാണാറില്ല, അതല്ലാതെയും നമ്മൾ ബോറടിച്ചിട്ടുണ്ടാവും. സ്വന്തം സിനിമ കൊണ്ട് എല്ലാവരും തന്നെ ബോറടിച്ചിട്ടുണ്ടാവും. പിന്നെ അങ്ങനെ വല്ലപ്പോഴും എന്നാലും നമുക്ക് എനിക്ക് തോന്നുന്നില്ല. സ്വന്തം ഫിലിമോഗ്രഫിയില് ഈ 3 സിനിമകളിൽ കാണാൻ ഇഷ്ടമില്ലാത്ത സിനിമ ഏതാ? ഞാനൊന്നും അങ്ങനെ കാണാറില്ല. അങ്ങനെ മൊത്തത്തിൽ എനിക്ക് തോന്നുന്നില്ല, റിലീസ് ചെയ്തൊരു സമയത്തിന് ശേഷം ഞാൻ ഒരു സിനിമയും പിന്നെ കണ്ടിട്ടില്ലെന്ന് എനിക്ക് തോന്നണേ. മൊത്തത്തിൽ ഇരുന്ന് കണ്ടിട്ടൊന്നുമില്ല. എവിടെയെങ്കിലുമൊക്കെ വല്ല ചാനലിലോ എവിടെയെങ്കിലുമൊക്കെ കാണുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ അറ്റോ മൂലയൊക്കെ കണ്ടതല്ലാതെ കണ്ടിട്ടില്ല. കണ്ടു നോക്കണം. ഇപ്പൊ ഞാൻ ഈ ഇടയ്ക്ക് ഇങ്ങനെ ഇന്നാളെ ഞാനൊന്ന് ഓർത്തു, ഇപ്പൊ ഒന്ന് കണ്ടു നോക്കി എന്തായിരിക്കും നോക്ക്. അല്ല, എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോ മഹേഷ് 2016 കാണുന്ന ആളുടെ വായനകൾ തന്നെ മാറുമല്ലോ ഓരോ വർഷം കഴിയുമ്പോഴും. അപ്പൊ അത്തരത്തില് മേക്കറും കൂടെ പിന്നെയും കണ്ട് റീഡിങ്സ് മാറുന്നുണ്ടെന്ന് അറിയാതെ കണ്ടു നോക്കണം. ഈ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ എല്ലാവരും പറയാറുണ്ട്. അപ്പോൾ എനിക്കൊരു വർക്ക് അല്ലെങ്കിൽ സാറ്റിസ്ഫൈഡ് ആണ്, അല്ലെങ്കിൽ ഞാൻ ആക്ടർ എന്ന രീതിക്ക് ഞാൻ പെർഫോം ചെയ്യുന്ന ഒരു ക്യാരക്ടറിൽ എനിക്കൊരു പോയിന്റ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവാം, ചിലപ്പോൾ അത് പിന്നിൽ ഇല്ലായിരിക്കും. പക്ഷേ ഈ സാറ്റിസ്ഫാക്ഷനിലാണ് ഒരു കംപ്ലീഷൻ വരുന്നത് എന്ത് പരിപാടി ചെയ്തു കഴിഞ്ഞാലും. അത്തരത്തിൽ ദിലീഷ് പോത്തൻ എന്ന ആക്ടർ, മേക്കർ, പ്രേക്ഷകൻ, സാധാരണ ഹ്യൂമൻ ബീങ്, നിങ്ങളുടെ ഒരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും എവിടെയാണ്? അങ്ങനെ സാറ്റിസ്ഫാക്ഷൻ ഫോളോ ചെയ്യാറുണ്ടോ? ഫോളോ ചെയ്യാൻ നമ്മളത് അച്ചീവ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇപ്പം ഒരു പടം ഡയറക്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിൽ ഒരു പടം കംപ്ലീറ്റ് ആകുമ്പോഴല്ല, അതിൻ്റെ ഷൂട്ട് നടക്കുമ്പം, അതിൻ്റെ സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം, അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്ന ടൈമിലൊക്കെ ചെറിയ എന്താ പറയുക ടാസ്കുകളും അതിനെ നമ്മൾ ഓരോന്നിനെ കടക്കുമ്പോഴും നമുക്കിങ്ങനെ അതിങ്ങനെ സാറ്റിസ്ഫാക്ഷൻ പോയിന്റ് തരുന്നത് നമ്മളൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ക്യാരക്ടർ, ഇപ്പോൾ ഹൗസ് വൈഫിലെ ഒരു ഈ മൈക്കിൾ എന്ന് പറയുന്ന കഥാപാത്രം ചെയ്യാൻ വരുമ്പോൾ ആ കഥ കേൾക്കുമ്പോൾ എനിക്കൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, അതെന്നെ അങ്ങനെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ അവിടെ പോയി അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പം അഭിനയിച്ച ഒരു സീൻ വരുമ്പം ആ സീൻ
ചിലപ്പോൾ ഒരു ഡിഫിക്കൽട്ടാണെന്ന് നമുക്ക് തോന്നുന്ന ഒരു സീനായിരിക്കും. ആ ഇമോഷൻ ഒന്ന് ക്രാക്ക് ചെയ്തു നമുക്ക് തോന്നുന്ന മൊമെൻറ്റിൽ നമുക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ അത് അച്ചീവ് ചെയ്യുമ്പോൾ അതിങ്ങനെ ഒരു ഒറ്റ പോയിന്റിലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു സിനിമയുടെ പ്രോസസ്സിനിടയ്ക്ക് പല ഘട്ടങ്ങളിലായിട്ടാണ് അത് നമുക്ക് അച്ചീവ് ചെയ്യുന്നത്. അത് ചിലപ്പോൾ നമ്മുടെ സിനിമ കണ്ടിട്ട് റൈഫിൾ ക്ലബ്ബ് കണ്ടിട്ട് അത് നന്നായിരുന്നു എന്ന് പറഞ്ഞ് കേൾക്കുമ്പോഴും അത് ചിലപ്പം നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടാവാം. ഈ ഔസേപ്പ് എന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഈ ഫാമിലി ഡ്രാമകൾ വരുമ്പോൾ അവിടെ ഈ വെർബൽ എക്സ്ചേഞ്ചുകൾ അത് പല ക്യാരക്ടേഴ്സ് ഉള്ളതാവട്ടെ, 2 ക്യാരക്ടേഴ്സ് നിൽക്കുന്നതാവട്ടെ, ഈ അതിനെല്ലാമാണ് അതിൻ്റെ മേജർ കിക്കുകൾ ഇരിക്കുന്നത് ആളുകൾ കാണുമ്പോൾ. ഈ ഔസേപ്പ് ചെയ്യുന്നു, അതിൽ പെർഫോം ചെയ്യുന്ന സമയത്ത് ഈ ടെക്സ്റ്റ് എത്രമാത്രം സപ്പോർട്ടീവ് ആയിരുന്നു. തീർച്ചയായും ഇപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ സ്ക്രീൻ ടൈം ഷാജോണുമായിട്ടാണ് ഔസേപ്പിൽ എനിക്ക് സ്ക്രീൻ ടൈം ഏറ്റവും കൂടുതലുണ്ട്, സീനുകൾ ഏറ്റവും കൂടുതലുണ്ടായിരുന്നത്. ഭയങ്കര രസമായിരുന്നു. ഷാജുവിന് ഞാനിവിടെ ഇങ്ങനെ ലൈൻസ് ഇങ്ങനെ വെറുതെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ അതിലേക്ക് ഇൻറ്റൻസ് ഒരു നമ്മളിങ്ങനെ പറയാം ഭയങ്കര ഒരു മാജിക്കൽ എന്നല്ല ഒരു ഇൻറ്റൻസ് മൊമെൻറ്റ് കണ്ടെത്താനാണ് ശ്രമിച്ചിരുന്നത്. അല്ലെങ്കിൽ ശരത്തായാലും ഡയറക്ടർ ശരത്തായാലും ഒക്കെ റെക്കമെൻഡ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു മൊമെൻറ്റ് സാധിച്ചെടുക്കാനായിരുന്നു. ഇപ്പം നമ്മളോടിപ്പം സീൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴത്തേക്ക് അങ്ങനെ ഭയങ്കര പിടിവാശിയൊന്നും ഇങ്ങനെ തന്നെ വേണം, അങ്ങനെയല്ല. ഇപ്പം നിങ്ങൾ രണ്ടുപേരും കൂടി ഒന്ന് പ്ലേ ചെയ്തിട്ട് അതിൽ നിന്ന് ആ മൊമെൻറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് അവർ നോക്കി നിൽക്കുന്ന പോലെയാണ് തോന്നിയിട്ടുള്ളത്. മൊമെൻ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞ പോലെയായിരുന്നു അതിൻ്റെ ഒരു പ്രോസസ്സ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും പ്രോഫിറ്റബിൾ ആയ സിനിമയുടെ ഒരു കോ പ്രൊഡ്യൂസർ കൂടെ ആയിരുന്നു ദിലീഷേട്ടൻ, പ്രേമലു. എനിക്ക് സ്റ്റേറ്റ്മെൻറ്റ് കൃത്യമാണെന്ന് അറിയത്തില്ല. ഞാനും ഓൺലൈനിൽ അതിൻ്റെ ബഡ്ജറ്റ് കേട്ടിട്ട് പോയി ഞെട്ടിപ്പോയി. അതൊന്നും അല്ല ബഡ്ജറ്റ്, അതിൽ കാശ് തുടങ്ങി അത്രയും കറക്റ്റാണ് സ്റ്റേറ്റ്മെൻറ്റ്. പ്രൊഡക്ഷൻ ഞാൻ എവിടെയോ വായിച്ചു, ഒരു ഓൺലൈനിൽ ഏറ്റവും കൂടുതൽ ലാഭം കിട്ടിയ പടമാണ് പ്രേമലു. 3 കോടി രൂപയ്ക്ക് തീർത്തത്. 3 കോടി രൂപയ്ക്കൊന്നും പടം ചെയ്യാൻ പറ്റില്ല. അതൊന്നും അല്ല, അത് ഞാൻ നല്ല കളക്ഷൻ കിട്ടിയ പടമാണ്. പക്ഷെ എനിക്കറിയത്തില്ല സ്റ്റേറ്റ്മെൻറ്റ് കൃത്യം കറക്റ്റാണോ എന്നൊക്കെ എനിക്കറിയില്ല. ആ നിർമ്മാതാവായതൊരു കൂടി ചോദിക്കുകയാണ്, ഇപ്പോൾ കറൻ്റ്ലി ഏറ്റവും അധികം സംസാരിക്കപ്പെടുന്നത് ഈ സിനിമാ സമരത്തെ കുറിച്ചാണ്. അതിൽ പലതരത്തിലുള്ള ഇതിൻ്റെ ഈ ബാരിയേഴ്സിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. OTT, സർക്കാരിൻ്റെ സൈഡിലുള്ള പ്രശ്നങ്ങൾ, അതിന് ഒരു ആഡ് ഓൺ ആയിട്ട് ഇവർ താരങ്ങൾ നിർമ്മാതാക്കളാവെന്ന് പറയുന്നുണ്ട്. ഇത്തരം ഒരു പ്രശ്നം, ഒരു ക്രൈസിസ് നമ്മുടെ ഇൻഡസ്ട്രിയുടെ പാർട്ടായി വരുന്നു എന്ന് പറയുന്നു. ഇതിനൊരു ക്രൈസിസ് മാനേജ്മെന്റ്, ശരിക്കും ഒരു സൊല്യൂഷൻ, അതിൽ എന്തോ ഒരു ടേക്ക് ശരിക്കും അതിന് സൊല്യൂഷൻ ഒന്നും ഇല്ലെന്നാണ് ഞാൻ കരുതുന്നത്. നമുക്കൊരു എല്ലാവരും കൂടെ നിന്ന് കഴിഞ്ഞാൽ ഈ സിനിമയെ അങ്ങ് രക്ഷിക്കാനൊന്നും പറ്റത്തില്ല. നല്ല കണ്ടന്റിന് വേണ്ടി എല്ലാവരും ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ അതിനകത്തൊരു സൊല്യൂഷൻ ഉള്ളൂ. ഈ കഴിഞ്ഞ അല്ലെങ്കിൽ നമ്മളൊരു മാസത്തെ പടങ്ങൾ എടുത്തിട്ട് അതിൽ പടങ്ങൾ എന്താണ് പരാജയപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പടങ്ങൾ മോശമായിട്ടാണെന്നുള്ളതാണ് ഏറ്റവും കൃത്യമായിട്ടുള്ള ഉത്തരം. അപ്പോൾ നല്ല സിനിമകൾക്കായിട്ട് നമുക്ക് ശ്രമിക്കുക എന്നുള്ളത് അതിനകത്ത് പറയാനുള്ളൂ. മറ്റൊന്നും ഒരു സൊല്യൂഷനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതൊരു ബിസിനസ്സാണല്ലോ, ഇതൊരു ഇൻഡസ്ട്രിയാണ്. ഇതിനകത്തൊരു ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഉണ്ട് എപ്പോഴും. ഇപ്പം ആരെന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും നമുക്കിപ്പോൾ എത്ര ഇതാണെന്ന് പറഞ്ഞാലും ഇത് വർക്കാവുന്നില്ല എന്ന് പറഞ്ഞാൽ തന്നെ പടങ്ങളുടെ എണ്ണം കുറയും, തന്നെ ആർട്ടിസ്റ്റുകൾക്ക് സാലറി കുറയ്ക്കേണ്ടി വരും. അതിനാരും കൂട്ടത്തോടു കൂടി ഇനി മസിൽ പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. 2 വർഷമായിട്ട് എന്നെ ആരും അഭിനയിക്കാൻ വിളിക്കുന്നില്ലെങ്കിൽ ഞാൻ പിന്നെ സാലറി താത്തുവല്ലേ വഴിയുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ സാലറി ഉള്ള ആക്ടേഴ്സിനെ വെച്ചു ഇപ്പം ഞാനിപ്പം അതങ്ങനെ അത് ഇൻഡസ്ട്രിയിൽ അത് നടന്നോളും. അതൊരു ഓപ്പൺ മാർക്കറ്റ് ആയതുകൊണ്ട് അതങ്ങനെ നടന്നോളും തന്നെയാണ്. ഒരു മാർക്കറ്റിൽ വിശ്വസിക്കുന്ന ഒരാൾ അല്ല ഞാൻ പറഞ്ഞാൽ. അങ്ങനെ ഒരു ബിസിനസ്സിൻ്റെ സ്ട്രക്ചർ തന്നെ അങ്ങനെയാണല്ലോ അല്ലേ. ഏത് ബിസിനസ് ആയാലും അത് അങ്ങനെ തന്നെയാണ്. അങ്ങനെ ലോസും തോന്നിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് മുതലാവാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് എല്ലാവരെയും ബാധിക്കും. എല്ലാവരും തന്നെത്താനെ ഒതുങ്ങിക്കോളൂ. അതിന് ആരെയും ഓർഗാനിക്കായിട്ട് അത് സംഭവിച്ചോളൂ എന്നുള്ളതാണ് എനിക്ക് തോന്നണം. ഇപ്പം നമുക്കിപ്പോൾ അഫോർഡബിൾ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം നമ്മൾ പടം പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പം ചില ആക്ടേഴ്സിനെ നമ്മൾ വിളിക്കും, ചില ടെക്നീഷ്യൻസിനെ വിളിക്കും. ചിലപ്പോൾ നമുക്ക് അഫോർഡബിൾ അല്ലാണ്ട് വന്നേക്കാം ചിലപ്പോൾ അവർ. അപ്പോൾ നമ്മൾ അവരെ മാറ്റി വേറൊരാളെ അതിൽ പ്ലേസ് ചെയ്യാം. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരാളെ പ്ലേസ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അതിനകത്ത് വലിയ അത്ഭുതമൊന്നും എല്ലാവരും അങ്ങനെ ചെയ്യാറുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ജോജി ചെയ്യുന്ന സമയത്ത് ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഒരാൾ ചെയ്യണം നമുക്ക് ആഗ്രഹം തോന്നിയിരുന്നു. അപ്പം അദ്ദേഹം ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും, നല്ല ആക്ടറാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. അപ്പോഴത്തേക്കും അദ്ദേഹം ചെയ്യാമെന്ന് പറഞ്ഞ ആൾ എക്സൈറ്റഡായി. അപ്പം പുള്ളി എന്നോട് പറഞ്ഞാൽ എനിക്ക് അപ്പം സംസാരിച്ച് പിന്നീട് പറഞ്ഞപ്പോൾ അയാളുടെ സാലറി പറഞ്ഞപ്പോൾ നമുക്ക് അന്നേരപ്പെടുത്തിയ അവസ്ഥയിൽ ആ പടത്തിന് അഫോർഡബിൾ ആയിരുന്നില്ല ആ ബഡ്ജറ്റ്. അപ്പോൾ ഞാൻ പിന്നെ പേഴ്സണലി വിളിച്ചു, ചേട്ടാ ഒന്നുമില്ല, അത് നമുക്ക് അത്രയും ബഡ്ജറ്റ് ഇല്ല, നമുക്ക് പിന്നെ ഒരിക്കൽ സാരി ചെയ്യാം, നമുക്ക് അതിനകത്തൊരു പരിഭവം അല്ലെങ്കിൽ അങ്ങനെയല്ല ഞാൻ എന്നെ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പക്ഷേ നമുക്കത് അഫോർഡബിൾ അല്ലെങ്കിൽ അദ്ദേഹത്തെ അല്ലാതെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ആക്ടറെ വെച്ചിട്ട് ആ ക്യാരക്ടർ ചെയ്യിപ്പിക്കുക എന്നുള്ളതേ ഉള്ളൂ. കാരണം അതിനകത്ത് വലിയ കാര്യമൊന്നും ഇല്ലെന്ന്. അതിനകത്ത് ഓർഗാനിക്കായിട്ട് സംഭവിച്ചോളൂ. അതാണ് അതിൻ്റെ റിയാലിറ്റി എന്ന് എനിക്കതിലെപ്പോഴും തോന്നിയത്. ഈ
സിനിമയുടെ കളക്ഷൻ മന്ത്ലി പുറത്തുവിടുന്നു പറയുന്ന അത്തരം സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടായിരുന്നല്ലോ. അത് ശരിക്ക് അങ്ങനെ മന്ത്ലി വിടുന്നതൊക്കെ ഭയങ്കര അത്ര നല്ലതാണോന്ന് എനിക്ക് ഇതെന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് കേട്ടോ. ആൾക്കാർ കൂടിയിരുന്ന് ആലോചിച്ച് എന്താണെന്ന് തീരുമാനിക്കട്ടെ. പക്ഷേ എനിക്കതെന്ന് വെച്ചാൽ കാരണം ഇപ്പോൾ ഈ കഴിഞ്ഞ മാസത്തെ കണക്കുകളൊക്കെ പുറത്തു വിടുന്ന സമയത്ത് ഇപ്പം നമ്മുടെ എന്താ പറയുക പൊന്മാൻ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ സെക്കൻഡ് വീക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ആ സിനിമയുടെ ബഡ്ജറ്റ് ഇതാണ്, അതിൻ്റെ കളക്ഷൻ ഇതാണെന്ന് പറയുമ്പോഴേ അല്ലല്ലോ ഒരു സിനിമ വിജയിച്ചു എന്ന് അതിൻ്റെ ഒരു കളക്ഷൻ പുറത്തു വിടുമ്പോൾ അതിൻ്റെ ഓട്ടം അറ്റ്ലീസ്റ്റ് തിയേറ്ററിൽ നിന്ന് ഓടിക്കഴിഞ്ഞാലേ ഉള്ളൂ അത് എത്രമാത്രം ഷെയർ അച്ചീവ് ചെയ്യും എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമകളുടെയൊക്കെ അങ്ങനെ കണക്ക് പുറത്തു വിടുന്നത് അത്ര നല്ലതാണെന്ന് എനിക്ക് പേഴ്സണലി അഭിപ്രായം ഇല്ല. നമ്മൾ കഴിഞ്ഞ വർഷത്തെ ആണെങ്കിലും ഒക്കെ നമുക്ക് കുറച്ചുകൂടെ മാർക്കറ്റ് പഠിക്കാനൊക്കെ സഹായിക്കുമായിരിക്കും. ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന തിയേറ്ററിലുള്ള ഓടിക്കൊണ്ടിരിക്കുന്ന പടങ്ങളുടെ കണക്ക് പറയുമ്പോൾ പെട്ടെന്ന് ഓഡിയൻസ് ഓർക്കുമല്ലോ ഈ പടം പൊട്ടിയോ എന്നാൽ പിന്നെ നമ്മൾ ഈ ആഴ്ച അത് ആ സിനിമേനെ പേഴ്സണൽ ബാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഈ ഇപ്പോൾ ഒരു ഞാൻ കേട്ടോണ്ടെങ്കിൽ ഒരു പ്രൊഡ്യൂസേഴ്സ് പെർസ്പെക്റ്റീവും കൂടെ അതിലുണ്ടല്ലോ. ശരിക്കും ഈ ജഡ്ജ്മെന്റ് എടുക്കുക എന്നുള്ളത് ഫൈനൽ കോൾ കൂടിയാണ് ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ച്. ഒരു കഥ കേൾക്കുമ്പോൾ ഇത് ചെയ്യണോ വേണ്ടയോ, ഇതിന്റെ സാധ്യതകൾ എന്തായിരിക്കും, പ്രൊഡ്യൂസറുടെ ഡിസിഷൻ ആണല്ലോ. അതെ. അപ്പൊ അത്തരത്തിൽ ദിലീഷ് പോത്തൻ എന്ന പ്രൊഡ്യൂസറാണോ മേക്കറാണോ ആക്ടറാണോ ഈ കഥ കേൾക്കുന്ന സമയത്ത് ആരതിൽ കൂടുതൽ വർക്ക് ചെയ്യുന്നത്? എന്ത് ചെയ്യുമ്പോഴാന്നുള്ളതാണ്. ഡയറക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഡയറക്ടറായിട്ട് കഥ കേൾക്കും, പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പ്രൊഡ്യൂസറായിട്ട് കഥ കേൾക്കും, ആക്ട് ചെയ്യുമ്പോൾ ആക്ടറായിട്ട് കഥ കേൾക്കും. ആക്ട് ചെയ്യാൻ വേണ്ടി ഒരു കഥ ഒരാൾ പറയുമ്പോഴത്തേക്ക് ഇതിന് എത്ര ബഡ്ജറ്റ് വരും എന്നൊക്കെ മെയിനായിട്ട് ആലോചിക്കാറില്ല. ചിലപ്പോൾ കഴിയുമ്പോൾ കഥ കഴിയുമ്പോഴത്തേക്ക് ഞാൻ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, അല്ല ഇതിപ്പോൾ ചെയ്യണമെങ്കിൽ നല്ല പൈസ ആവുമല്ലോ, ഇത് എന്നെപ്പോലെ ഒരു നടനെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് തിരിച്ചു പിടിക്കാനുള്ള മാർക്കറ്റ് ഇവിടെ ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചിലപ്പം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ചോദിക്കാറുണ്ട്. ഈ പ്രൊഡ്യൂസർ പെർസ്പെക്റ്റീവ് എങ്ങനെയാണ് ഒരു കഥ കേൾക്കുന്നതും അതിൻ്റെ ഒരു തിയേറ്ററിൽ ഓടുമെന്നുള്ള ബേസിക് പോപ്പുലർ ആയിട്ടുള്ള ഓഡിയൻസിൻ്റെ എല്ലാവരും ഇത് ഇപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഈ സിനിമ ഇത് നമ്മുടെ ഒരു കാൽക്കുലേഷനാണ്. നമുക്കങ്ങനെ 100% ഉറപ്പിക്കാനൊന്നും പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ എത്തിയേനെ അത്ര ജഡ്ജ്മെന്റ് ഉണ്ടെങ്കിൽ. നമ്മുടെ ഒരു കാൽക്കുലേഷനാണ് ഈ സിനിമ ഓക്കെ ഈ സിനിമ നന്നാവും അല്ലെങ്കിൽ ഈ സിനിമ നന്നാവും എന്നുള്ളൊരു. എനിക്ക് തോന്നുന്നു സേഫ് ബിസിനസ്സുകൾ കുറയും തോറും നല്ല സിനിമകൾ ഉണ്ടാവാനുള്ള ചാൻസ് ആണ് ഇൻഡസ്ട്രിയിൽ ഉണ്ടാവുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സിനിമകളുടെ എണ്ണത്തിൽ കുറവ് വന്നല്ലോ. ഒരു സമയത്ത് ബാക്ക് ടു ബാക്ക് വീക്കിലി തന്നെ 10 സിനിമകളൊക്കെ ഇറങ്ങിയ സമയത്ത് നിന്ന് അതിലൊരു ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 10 കൊല്ലം മുമ്പ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒരു വർഷം ഒരു 50-60 സിനിമ ഇവിടെ ഇറങ്ങുന്നോളായിരുന്നു. ആ 50-60 സിനിമ ഇറങ്ങുന്ന ഇൻഡസ്ട്രിയിലാണ് ഇപ്പോൾ 200 സിനിമകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം അങ്ങനെ ഒരു സാധ്യത കണ്ടപ്പോൾ കൂടുതൽ ആളുകൾ പ്രൊഡക്ഷനിലേക്ക് വന്നിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ സാധ്യത കുറയുമ്പോൾ കൂടുതൽ ആളുകളും പോയിക്കോളും, എല്ലാവരും പ്രൊഡക്ഷൻ നിർത്തും. കാരണം ഇത് മുതലായില്ല എന്ന് കാണുന്നത് ആൾക്കാർ സ്വാഭാവികമായിട്ട് റിസ്ക് എടുക്കുന്നതിൽ അളവ് കുറയ്ക്കും. എല്ലാ പ്രൊഡ്യൂസേഴ്സും ഇപ്പോൾ എണ്ണം കുറയ്ക്കും. എണ്ണം കുറയ്ക്കുമ്പോഴത്തേക്കും ആക്ടേഴ്സിന് വരുന്ന പടങ്ങളുടെ എണ്ണം കുറയും. പടങ്ങളുടെ എണ്ണം കുറയുമ്പോൾ തന്നെ സാലറി കുറയും. എല്ലാം അതിന് അനുവാദമായിട്ട് കുറഞ്ഞു. എന്താ ശരിക്ക് സിനിമ അല്ലാണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഏരിയ അല്ലെങ്കിൽ ഫ്രീ ടൈമിൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്താ ശരിക്കും? അങ്ങനെയൊന്നുമില്ല. ഫ്രീ ടൈമിൽ എന്തെങ്കിലും സിനിമ കാണുക, ഞാനിങ്ങനെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക, അതൊക്കെ തന്നെ അല്ലാണ്ട് വേറെ. അപ്പോഴും സിനിമ തന്നെയാണ് ഡിസ്കഷൻ, എപ്പോഴും സിനിമ തന്നെയാണ് കൂടെ മേജറായിട്ട് സിനിമ തന്നെയായിരിക്കും. പിന്നെ എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഭയങ്കര സിനിമയുടെ ഇടയ്ക്കുന്ന ഫ്രണ്ട്സിൻ്റെ അടുത്ത് വരുമ്പോൾ എല്ലാ സിനിമക്കാരും പറയും നിർത്തടേ സിനിമ ഒന്ന് രക്ഷപ്പെട്ട് ഇങ്ങോട്ട് വന്നതാണ് എന്നുള്ള അതേ ഉള്ളൂ. അല്ലാണ്ട് സിനിമയൊക്കെ തന്നെ അതല്ലാണ്ട് വേറെ നമുക്ക് അറിയാവുന്ന അല്ലെങ്കിൽ ധാരണയുള്ള വിഷയങ്ങൾ വളരെ കുറവാണ്. അഭിനയിക്കുന്ന സിനിമകളുടെ എണ്ണവും കൂടിയാണല്ലോ വരുന്നത്. ഇപ്പോൾ ഇത് അഭിനയം ടെക്നിക്കലി പഠിക്കുന്ന സമയത്താണെങ്കിൽ കൂടി സിനിമ എന്ന് പറയുമ്പോൾ അവിടെ ഒരു സംവിധായകനാവണം എന്നായിരുന്നോ അതോ നടനായി വരണം എന്നായിരുന്നു? എന്തായാലും ശരിക്കും ആ സമയത്തൊക്കെ ഒരു സംവിധായകനാകാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലായിരുന്നു. അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടൊക്കെ അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. യാദൃശ്ചികമായിട്ടാണ് എനിക്ക് എന്നെ അവസരം കിട്ടിയതാണ്, അങ്ങനെ തന്നെ വേണം പറയാൻ. യാദൃശ്ചികമായിട്ടൊരു അഭിനയിക്കാൻ വേണ്ടി അവസരം എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അഭിനയിച്ച് അതിങ്ങനെ പിന്നീട് അതിന് അപ്രിസിയേഷൻ കിട്ടി. വീണ്ടും ആളുകൾ വിളിച്ചത് കൊണ്ട് ഞാൻ ആ പ്രൊഫഷനിൽ അങ്ങനെ തുടർന്ന് സിനിമയ്ക്കകത്തുള്ളൊരു മേഖലയാണ്, വലിയ എഫേർട്ട് ഇല്ലാത്ത മേഖലയാണ്, നല്ല വരുമാനം കിട്ടുന്നതാണ്. അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് അതിനെ അങ്ങനെ തുടർന്നു. ഈ ചന്ദനദിക്കിലെ കഥ ഭയങ്കര രസമായിട്ട് ഈ അടുത്ത് പിന്നെയും വന്നിട്ട് ഇടയ്ക്ക് കറങ്ങും. അല്ല അന്ന് ഈ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോകുമ്പോഴേ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോയതൊന്നും അല്ലെന്ന് കൊണ്ടുപോയോ? അല്ല, അന്ന് ഷൂട്ടിംഗ് കാണാൻ പോയതാ. ഷൂട്ടിംഗ് കാണാൻ പോയി. മൈസൂർ ഞാൻ പഠിക്കുന്ന സമയമായിരുന്നു. അപ്പം അങ്ങനെ മൈസൂരിൽ ഷൂട്ട് കാണാൻ പോയത് അവിടെ പോയി നോക്കിയപ്പോഴത്തേക്കും മലയാളി ആയിരുന്നുകൊണ്ട് അവർ കയറി മോനെ ഇങ്ങോട്ട് ഇരുന്നോളാം പറയും. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ എളുപ്പമുണ്ടല്ലോ. ഒരു തിയേറ്ററിലെ സീനായിരുന്നു. അപ്പോൾ അതിൻ്റെ അവിടെ അങ്ങനെ ഇവിടെ നിൽക്കുന്നു എന്ന് ചോദിച്ചു. വൈകുന്നേരം വരെ നിൽക്കാമെങ്കിൽ ഇവിടെ നിൽക്കാമെന്ന്. അപ്പോൾ നമ്മൾ ഷൂട്ട് അടുത്ത് കാണാമല്ലോ എന്നോർത്ത് അവിടെ നിന്ന് ഒരു ദിവസം സ്പെൻഡ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഇത് പിന്നെ ഇത് വിഷ്വലി കണ്ടിട്ട് ആരെങ്കിലും അഭിപ്രായം പറയലോ? നാട്ടിലൊക്കെ ആരെങ്കിലും പടം ഇറങ്ങിയതിന് ശേഷം? ഇല്ലെന്ന് ശ്രദ്ധിച്ചിരുന്നില്ലേ പോകും. അന്നത് തിയേറ്ററിൽ ഇത് കണ്ടുപിടിക്കാന്ന് പറയുന്നത് തന്നെ
പാടാണ്. ഈ പടം ഇറങ്ങിയിട്ട് എനിക്ക് തന്നെ പോയി. ഞാൻ പടം ഇറങ്ങി ഞാനെന്ന് പറഞ്ഞു ഇത് ഉണ്ടോയെന്ന് അറിയാമല്ലോ എന്ന് എഴുതിയിട്ട് ഞാൻ തിയേറ്ററിൽ പോയി കണ്ട്. ഇത് ഈ പറഞ്ഞ പോലെ പടം തുടങ്ങി ഉടനെ തന്നെ സ്റ്റാർട്ടിങ്ങിലുള്ളൊരു സീനാണ്. അപ്പം ഞാൻ ഇച്ചിരി ലേറ്റ് ആയിപ്പോയി ചെല്ലാൻ. അപ്പോൾ ഇനി നമുക്കറിയില്ല ഇത് എവിടെയാണ് സീനൊന്നും നമുക്കറിയില്ലോ. നമ്മൾ സിനിമ കണ്ട് മൊത്തം ഇരുന്ന് കണ്ടിട്ട് ഇതിനകത്ത് ഇല്ല, ഇങ്ങനൊരു സീനേ ഇല്ല. ഞാൻ അടുത്ത ഷോയ്ക്ക് ഒന്നുകൂടെ കയറിയാണ് ഞാൻ അവിടെ ഉണ്ടെന്ന്. അതേയുള്ള ഈ ഫസ്റ്റ് ലൈഫിൽ വായിക്കുന്ന അല്ലെങ്കിൽ കയ്യിൽ കിട്ടുന്ന സ്ക്രിപ്റ്റ് മഹേഷിൻ്റെ ആണോ? അസിസ്റ്റന്റ് ഡയറക്ടർ ആയ സമയത്ത് സ്ക്രിപ്റ്റ് ഉണ്ടാവില്ലേ? പിന്നെ ആദ്യം കിട്ടിയ സ്ക്രിപ്റ്റ് ഏതാന്ന് പറയുന്നത്? അയ്യോ, അതെനിക്ക് അങ്ങനെ സംഭവിക്കാതെ പോയ ഏതെങ്കിലുമൊക്കെ പടത്തിൻ്റെ കഥകളായിരിക്കും. അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് അങ്ങനെ ട്രൈ ചെയ്യുന്ന കാലഘട്ടത്തിൽ നമ്മൾ തന്നെ എഴുതുന്നു, നമ്മുടെ സുഹൃത്തുക്കൾ എഴുതുന്നൊക്കെ ആയിട്ടുള്ള പല തിരക്കഥകളൊക്കെ വായിച്ചിട്ടുണ്ടാവും. പിന്നെ നമ്മൾ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന സമയം മുതൽ ആ സിനിമകളൊക്കെ ആയിരിക്കും ആദ്യം അസിസ്റ്റ് ചെയ്ത സിനിമയുടെ സ്ക്രിപ്റ്റ് തന്നെയായിരിക്കും ആദ്യം വായിച്ചിട്ടുള്ള സംഭവിച്ച സിനിമ. അസിസ്റ്റ് ചെയ്ത സിനിമ ഏതായിരുന്നു? അത് KK റോഡ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമയാണ്, ബാബു ആന്റണി. ഈ അസിസ്റ്റൻ്റായി പോകുന്ന ഫസ്റ്റ് ലൊക്കേഷൻ തൊട്ട് മേക്കറായി ചെല്ലുമ്പോൾ ജോജി വരലൊരു ടൈം പീരീഡ് എടുത്തു കഴിഞ്ഞാൽ സിനിമ മാറുന്നുണ്ട്, സിനിമ കൾച്ചർ മാറുന്നുണ്ട്, ലൊക്കേഷൻ മാറുന്നുണ്ട്. ഈ ഓരോ തവണയും ഈ ലൊക്കേഷനിൽ പോകുമ്പോഴൊക്കെ പേഴ്സണൽ ഹൈ എന്താ ശരിക്കും? അങ്ങനെ ആദ്യ സമയത്ത് അതിന് ഞാൻ പറഞ്ഞില്ല, എനിക്ക് നമ്മൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് കുറേ വലിയൊരു കാലയളവ് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്തിട്ട് അതിനൊരു അവസരം കിട്ടുമ്പോൾ നമ്മളതിന് ആ ഒരു ടൈമിന് കൊടുക്കുന്ന വാല്യൂ ഭയങ്കര കൊടുക്കും. ഇപ്പം ഒരു ദിവസം സെറ്റ് സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര വർത്തായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ എനിക്ക് തോന്നണേ ഇപ്പോൾ എല്ലാ ദിവസവും സെറ്റ് ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അത്ര ഹൈ അതിനകത്ത് ഇല്ലെന്ന് തന്നെയാണ് തോന്നണത്. പലരെങ്കിലും തോന്നിയിട്ടുണ്ട്, പല അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും അസോസിയേറ്റ് ആവുന്നു, ചീഫ് ആവുന്നു, പക്ഷെ അവരവിടെ നിന്ന് പിന്നെ ഒരു ഫുൾ സ്റ്റോപ്പ് പോലെ വന്ന് ഒരു വരുമാന മാർഗമായിട്ട് പലരും അതിനെ ത്രൂ ഔട്ട് അവരുടെ ജേണിയിൽ കൊണ്ടുപോകുന്നുണ്ട്. ഈ പലപ്പോഴും ഒരു ഇൻഡിപെൻഡൻറ്റ് ഫിലിം മേക്കർ ആവാനായിട്ടുള്ളൊരു ബാരിയർ അത് ബ്രേക്ക് ചെയ്യുക എന്നുള്ളത് ഭയങ്കര പുതിയ തലമുറ അതില്ലെന്നാണ് തോന്നുന്നത്. എല്ലാവരും ശ്രമിക്കലുണ്ട് ഒരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ആവാൻ. ചിലവർക്ക് അത് അച്ചീവ് ചെയ്തെടുക്കാൻ ഉള്ള സാങ്കേതികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടോ, അവരുടെ ചില എഫിഷ്യൻസിയുടെ ഞാൻ അങ്ങനെയല്ല പറയാം, ചിലത് അച്ചീവ് ചെയ്തെടുക്കാൻ ചില വ്യക്തികൾക്കുണ്ടാകുന്ന പ്രായോഗിക ബുദ്ധിമുട്ടുകളുടെ ചിലവരുടെ ഗതികേടിൻ്റെ കാരണങ്ങൾ കൊണ്ട് അവർക്ക് എത്തിപ്പെടാൻ പറ്റാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്കത് ഞാൻ കരുതുന്ന ഭയങ്കരമായിട്ട് എല്ലാ ഇപ്പോൾ സിനിമയുടെ ഭാഗമായിട്ട് വരുന്ന പ്രത്യേകിച്ച് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സായിട്ട് വരുന്നവർ അവരൊക്കെ എനിക്ക് തോന്നുന്നത് ഒരു പടം ഡയറക്റ്റ് ചെയ്യണമെന്നുള്ള മോഹമാണ് അവർക്ക് അടിസ്ഥാനമായിട്ടുള്ളത്. നമ്മൾ ഇടപെടുന്ന എല്ലാവർക്കും അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അതല്ല എനിക്ക് അസിസ്റ്റൻ്റായിട്ട് ജീവിതാവസാനം വരെ അങ്ങനെ ഭയങ്കര ഇപ്പം എന്നെ അങ്ങനെ കളിയാക്കാം. ഇപ്പം ഞാൻ ഇപ്പം മഹേഷിനൊക്കെ കുറച്ചു കാലം മുമ്പ് ഇങ്ങനെ ഒരു പടം ഡയറക്റ്റ് ചെയ്യിക്കാനുള്ള മൂവ്മെൻ്റൊക്കെ വരുമ്പോഴത്തേ എനിക്ക് ചെറിയ കോൺഫിഡൻസ് കുറവുകളൊക്കെ കാണിക്കുകയും ഞാനിപ്പം അടുത്ത പടം അസിസ്റ്റൻ്റായിട്ട് പോകാനും അപ്പോൾ അതിന് വേണ്ടി പ്രീ വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ദിലീഷ് നായരൊക്കെ എന്നോട് ഇങ്ങനെ പറയായിരുന്നു, ഇവൻ്റെ ആകെ നല്ലൊരു അസോസിയേറ്റ് ഡയറക്ടർ ആകുക എന്നുള്ളതാണ് പുള്ളിയുടെ ജീവിതാഭിലാഷം എന്ന് പറഞ്ഞ എന്നെ കളിയാക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞുള്ളതല്ലാതെ എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും അതിന് ഇപ്പോൾ അഭിനയിക്കാൻ വരുന്ന അല്ലെങ്കിൽ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ അസിസ്റ്റൻ്റായിട്ട് വരുന്നവർക്ക് പോലും അവർക്ക് ഡയറക്റ്റ് ചെയ്യണമെന്നുള്ള ആഗ്രഹം പലപ്പോഴും ഞാൻ പലരിലും കണ്ടിട്ടുണ്ട്. ക്യാമറയുടെ അസിസ്റ്റൻസ് ആയിരിക്കാം, RT വർക്ക് ചെയ്യുന്നവരായിരിക്കാം, പാട്ടിലൊക്കെ വർക്ക് ചെയ്യുന്ന പിള്ളേർ ചിലപ്പോൾ സെറ്റ് വരുമ്പോഴത്തേക്കും അവർ ഇങ്ങനെ പറയേണ്ടത് ചേട്ടാ ഡയറക്റ്റ് ചെയ്യാനാണ് ആഗ്രഹം, അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പോലും ഒരു വേക്കൻസി കിട്ടാത്തത് കൊണ്ട് ഞാൻ ആർട്ടിലോ അല്ലെങ്കിൽ കോസ്റ്റ്യൂമിലോ അല്ലെങ്കിൽ വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റൻ്റായിട്ട് വന്ന് നിന്ന് ഞാൻ അതിനെയൊന്ന് സിനിമേനെ അടുത്ത് നോക്കി കാണാൻ വേണ്ടി ശ്രമിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞ് എന്നോടൊന്ന് സംസാരിക്കാറുണ്ട് ഞാൻ. ഈ പ്രേമലു വലിയ രീതിയിൽ സ്വീകരിക്കപ്പെട്ട സിനിമയായിരുന്നു, മലയാളത്തിൽ മാത്രമല്ല പുറത്തും. സ്റ്റിൽ ഇപ്പോഴും പാട്ടാവട്ടെ ട്രോളുകളാവട്ടെ ഇതിലെല്ലാം ഈ സച്ചിനും അമൽ ഡേവിസും റീനും എല്ലാവരും വന്നു പോകുന്നുണ്ട്. ഈ പ്രേമലു 2 വരുന്ന സമയത്ത് ഇതിലുള്ള റെസ്പോൺസിബിലിറ്റി കൂടുതലാണ്, ഇതിൽ ആളുകളുടെ എക്സ്പെക്റ്റേഷൻ ഭയങ്കര ഹൈ ആയിരിക്കും. പ്രത്യേകിച്ച് റോംകോം ജോൺറയിൽ അധികം സിനിമകൾ വർക്കൗട്ട് ആയിരുന്ന സമയത്തല്ല പ്രേമലു വരുന്നത്. പ്രേമലുവിനോട് അതിനൊരു മുൻഗണന ഉണ്ടായിരുന്നു, ഒരു കൈ മുകളിലുണ്ടായിരുന്നു. ഇനി പ്രേമലു 2 വരുന്ന സമയത്ത് ഗിരീഷിനും അവർക്കും എല്ലാവർക്കും ഉള്ള ഒരു ടെൻഷൻ കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട്. പിന്നെ അത് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതിൻ്റെ ഒരു പ്രോസസ്സിൽ ഈ ഭാവന സ്റ്റുഡിയോസ് പ്രൊഡക്ഷൻ ഹൗസ് എന്താണ് പ്രേമലു 2 എക്സ്പെക്ട് ചെയ്യുന്നത്? നിങ്ങളുടേതായിട്ടുള്ള പ്രേമലുവിനേക്കാളും വലിയൊരു വിജയം അത് തന്നെയാണ് പ്രൊഡക്ഷൻ ഹൗസ് എന്ന നിലയിൽ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. എപ്പോഴും അങ്ങനെ തന്നെയാണ്.
അതിനേക്കാളും ക്വാളിറ്റി, അതിനേക്കാളും എൻ്റർടൈൻമെൻ്റ് ഉള്ളൊരു പടം പ്രേക്ഷകർക്ക് കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുത്ത് അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സാധ്യമായാൽ നന്നാവും. കുറച്ചുകൂടെ വലിയ ക്യാൻവാസിൽ ഉള്ള ഒരു സിനിമ തന്നെ. പക്ഷേ പ്രേമലുവിൻ്റെ അതേ മീറ്ററിലുള്ള, പ്രേമലു ഇഷ്ടപ്പെട്ട ഓഡിയൻസിന് വേണ്ടി മാത്രമുള്ള സിനിമയായിട്ട് തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് ഞാൻ അത്ര ആധികാരികമായിട്ട് അത് പറയേണ്ടത് ഗിരീഷ് തന്നെയാണ്. ഉറപ്പായിട്ടും ഈ പലരും പറയാറുണ്ട് ചില സിനിമകളെ പറ്റി പറയുമ്പോൾ, എനിക്ക് ആ സിനിമ റീമേക്ക് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, ആ സിനിമ ഇന്നായിരുന്നു എങ്ങനെയാണെന്ന് വിഷ്വലൈസ് ചെയ്ത് കൊള്ളാമെന്നുണ്ട്. അങ്ങനെ എപ്പോഴെങ്കിലും ഏതൊരു സിനിമ, പഴയൊരു സിനിമ റീമേക്ക് ചെയ്യണം, അത്തരത്തിൽ ആഗ്രഹങ്ങൾ തോന്നൽ വന്നിട്ടുണ്ടോ? അങ്ങനെ ചില സിനിമകളെ കുറിച്ചൊക്കെ അങ്ങനെ സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ അങ്ങനെ ചില സിനിമകൾ കാണുമ്പം അതിങ്ങനെ ഒന്ന് ഈ കാലഘട്ടത്തിലേക്ക് പ്ലേസ് ചെയ്താൽ ഇപ്പോഴും സാധ്യമായിട്ടുള്ള സിനിമയാണെന്നൊക്കെ തോന്നിയിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പറയാൻ പറ്റുന്ന സിനിമയുണ്ടോ? ഞാൻ പേരൊക്കെ ഇപ്പം കുറച്ചു കാലമൊക്കെ ആയിട്ടുള്ള സിനിമകൾ, ഇപ്പം ഞാൻ ഈ അടുത്തൊരു കുറച്ചാൾ മുമ്പ് തന്നെ ഞാൻ ശ്യാമോടെ ഒരു ബാലേന്ദ്ര മേനോൻ്റെ ഒരു സിനിമ ഒന്ന് റീമേക്ക് എന്ന് പറയാൻ പറ്റില്ല, അതിൻ്റെ ഒരു പ്ലോട്ട് എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് പ്ലേസ് ചെയ്യുന്നതിനെ കുറിച്ച് കുറച്ച് ആലോചിച്ചിരുന്നു എന്നൊക്കെ പറയുന്ന പോലെ പല സിനിമകളും അങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. നമ്മുടെ അല്ലാത്ത സിനിമ എന്ന് വെച്ചാൽ കണ്ടന്റ് എടുക്കുക, ഐഡിയ എടുക്കുക എന്നുള്ളത് തന്നെ ഉദ്ദേശം. ഈ പലപ്പോഴും ഈ സിനിമകൾ റിലീസിന് ശേഷം ആളുകളുടെ റിവ്യൂ ഒക്കെ വരുന്ന വഴിക്ക് തന്നെ ഈ നേരത്തെ പറഞ്ഞിട്ട് ഈ ബ്രില്യൻസുകൾ, ഫിലിം മേക്കിംഗ് ടെക്നിക്കുകൾ, സ്റ്റൈലുകൾ, ബാക്ക് ടു ബാക്ക് ഒരു 100 തിയറികൾ ഫേസ്ബുക്ക് പോസ്റ്റിൽ, യൂട്യൂബ് വീഡിയോസ്, എക്സ്പ്ലനേഷൻ വീഡിയോകളൊക്കെ ആയിട്ട് കുറേ വരാറുണ്ട്. പ്രത്യേകിച്ച് മഹേഷ് പ്രതികാരത്തിൻ്റെ ഇപ്പോഴും അതിനെപ്പറ്റി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ബ്രില്യൻസുകളുടെ തിയറികൾ ഇത് ആളുകൾ ഈ റിപ്പീറ്റഡ്ലി ഈ പറഞ്ഞ പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ കൊണ്ടുവരുന്നത്, അതിൽ 100 വരുന്നുണ്ടെങ്കിൽ 100 നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതാണോ അതോ അവർ കണ്ടുപിടിക്കുന്നതായിട്ടുണ്ടോ? എല്ലാം ഒന്നും നമ്മൾ പ്ലാൻ ചെയ്യുന്നൊന്നും അല്ല. നമ്മളിത് ചെയ്യുന്നത് ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടല്ല എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം. ഞാൻ ഈ തിയറികളെ ഒന്നും അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളല്ല. ഞാനിപ്പോൾ എൻ്റെ സിനിമയിൽ നിന്ന് അത് വെച്ചിട്ട് ആൾക്കാർ അതൊക്കെ പറയലുണ്ട്. പക്ഷേ അത് അങ്ങനെയൊന്നുമല്ല. ഒരു സിനിമ നമ്മുടേതായ ഒരു സെൻസിബിലിറ്റിയിൽ, ഒരു ലോജിക്കിലാണ് ആ സിനിമ വർക്ക് ചെയ്യുന്നത്. അപ്പം അതിൽ പലത്, ഇപ്പം ഞാൻ പറഞ്ഞാലേ, ഇപ്പം ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് പറയുന്ന ഒരു തിയറി ഉണ്ടെന്ന് ഇപ്പോൾ ഇറങ്ങി കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്. അല്ല, എനിക്കില്ല. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ബട്ടർഫ്ലൈ എഫക്റ്റ് ആണ്, അല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സീക്വൻസ് എഴുതുകയല്ല. സിനിമയുടെ ഒരു ഫ്ലോയിൽ നമ്മളൊരു സീക്വൻസ് എഴുതി വരികയാണ്. അത് മുമ്പുണ്ടായ ഒരു തിയറിയോട് അടുത്ത് നിൽക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ ഒരിക്കലും ഒരു തിയറിക്ക് വേണ്ടിയിട്ട് ഒരു സാധനം, അല്ലെങ്കിൽ ഒരു സാധനം പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സാധനമല്ല സിനിമ ചെയ്യുന്ന സമയത്ത് ചെയ്യുന്നത്. സിനിമ ചെയ്യുന്നത് നമ്മുടെ ഒരു തോട്ടിനെ, ഒരു ചിന്തേനെ വിശ്വസിച്ച് അതിൻ്റെ പുറകെ നമ്മൾ ഒരു വഴി വെട്ടി അങ്ങ് പോവാണ്. ഇത് പിന്നീട് അതിന് ശേഷം അത് പഠനവിധേയമാക്കുമ്പോഴാണ് ഇതിന് ഇത്രയും റീഡിങ്സൊക്കെ ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ അത് നമ്മൾ ചിലപ്പം ഇവർ പറഞ്ഞൊരു കാര്യത്തിന് വേണ്ടി അത് നമ്മൾ ചെയ്തിട്ടുണ്ടാവും. അത് ഈ കാര്യത്തിന് വേണ്ടിയിട്ടല്ല, വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ അത് ഒരുക്കിയിരിക്കുന്നത്. അതൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഈ പുതിയത് അടുത്ത സിനിമ പ്ലാനൊക്കെ പറയുന്ന സമയത്ത് ആഡ് ഓൺ ചെയ്യുന്നത് നേരത്തെ പറഞ്ഞിരുന്നൊരു കമേഴ്ഷ്യൽ ടെംപ്ലേറ്റിലൊരു സിനിമ പ്ലാനായിരുന്നു ഉണ്ടായിരുന്നെന്നുള്ളത്, അത്തരത്തിൽ തന്നെയുള്ളൊരു സിനിമ പ്ലാൻസ് തന്നെയാണ് ഇപ്പോഴും. അങ്ങനെ ഒരു സാധനത്തിന് ശ്രമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ എൻ്റേതായ ഒരു കൊമേഴ്ഷ്യൽ എന്ന് ഞാൻ പറയുന്നുള്ളത്. ചിലപ്പോൾ ഒരു ഭയങ്കര ഇൻഡസ്ട്രിയൽ കൊമേഴ്ഷ്യൽ ആകുമെന്നൊക്കെ എനിക്കറിയത്തില്ല. ഞാൻ കൂടുന്ന ഒരു കൊമേഴ്ഷ്യൽ സിനിമയ്ക്ക് തന്നെയാണ് ശ്രമിക്കുന്നത്. അങ്ങനെ ഭയങ്കര അങ്ങനത്തെ ഒരു ഇതൊന്നും അല്ല. എങ്കിലും എൻ്റെ ഒരു പടങ്ങളെ അപേക്ഷിച്ച് കുറച്ചും കൂടെ സിനിമാറ്റിക് ആയിട്ടുള്ളൊരു സിനിമയ്ക്കാണ് ശ്രമിക്കുന്നത്. ഇനി ചെയ്ത് പിടിച്ചൊക്കെ വരുമ്പോൾ എന്താവും നമുക്കറിയില്ല. നിങ്ങൾ ഈ സിനിമാറ്റിക് എന്ന് പറയുമ്പോഴേ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്താണ് റിയലിസ്റ്റിക് സിനിമാറ്റിക് എന്നുള്ള വേർതിരിവുകൾ. നമുക്കറിയാം സിനിമ ഒരിക്കലും റിയലിസ്റ്റിക് അല്ല, എല്ലാം ഫിക്ഷണൽ സ്വഭാവത്തിൽ വരുന്ന കഥകളാണ്. ഈ ആളുകൾ സിനിമയെ കാണുന്ന രീതിയിൽ റിയലിസ്റ്റിക്, സിനിമാറ്റിക് ഇത്തരത്തിലുള്ള ബൗണ്ടറി വെച്ച് സിനിമയെ കാണുന്നത്, അതിലെന്താ നിങ്ങളുടെ ടേക്ക്? ശരിക്കും ഒരു കാര്യമില്ലെന്നാണ്. നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു ഫിക്ഷൻ തന്നെയാണ്. അത് നമ്മൾ ആളുകളെ, പ്രേക്ഷകരെ പറ്റിക്കുകയല്ല, പ്രേക്ഷകരെ ധരിപ്പിക്കുന്നത് ഇതിന് റിയലിസം ഫീൽ ചെയ്യിപ്പിച്ചുകൊണ്ടായിരിക്കും ചിലപ്പം. അതൊക്കെ അത് സിനിമയുടെ ട്രിക്ക്, അത് ആളുകൾ ആസ്വദിക്കുന്നതിൻ്റെ മൂഡ് എന്നൊക്കെ അതിനെ പറയാൻ പറ്റുള്ളൂ. ഈ സിനിമകൾക്ക് വരുന്ന പ്രകൃതി പടം ടാഗോ അത് ശരിക്കും കാണാറുണ്ടോ? സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ കാണാറുണ്ട്. അതൊന്നും ഒരു കൃത്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ഏതാണ് ഈ ടാഗ്? ഇവർ പലപ്പോഴും ചിലപ്പം അതിലൊരു പൊതു സ്വഭാവമൊന്നുമില്ലോ ഇതിനൊരു തിയറിന്. ആ പടം പ്രകൃതിപ്പെടാന്ന് എന്ന് പറയുന്നത് ഈ പടം ഇത് രണ്ടും തമ്മിൽ പക്ഷേ എനിക്കൊരു ബന്ധം തോന്നാറില്ല എന്നൊക്കെ പറയുന്ന പോലത്തെ സാധനം ഉണ്ടല്ലോ. എന്താണ് അത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രകൃതി കാണിക്കുന്നതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് ഇതിനെ പ്രകൃതി എന്ന് പറയുന്നത്? റിയലിസം ഉള്ളതുകൊണ്ടാണോ, അല്ലെങ്കിൽ ആക്ടിങ് റിയലിസ്റ്റിക് ആയതുകൊണ്ടാണോ, പ്ലോട്ട് റിയലിസ്റ്റിക് ആയതുകൊണ്ടാണോ, പ്രസൻറ്റേഷൻ റിയലിസ്റ്റിക് ആയതുകൊണ്ടാണോ,
അതൊരു ക്ലാരിറ്റി ഇപ്പോഴും അതുകൊണ്ട് പ്രകൃതി കുറച്ച് പടത്തിലുള്ളത് കൊണ്ടാണോ, സ്ലോ പേസ് ആയതുകൊണ്ടാണോ, എന്തുകൊണ്ടാണ് അതിനെ അങ്ങനെ വിളിക്കുന്നതെന്ന് ഒരു കൃത്യമായ ക്ലാരിറ്റി ഇല്ല. പലർക്കും പല കാഴ്ചപ്പാടുകളാണുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കൊളാബറേഷനുകൾ എപ്പോഴും ആളുകൾ സംസാരിക്കാറുണ്ട്. അതായത് അവരുടെ ഒരു കരിയറിൻ്റെ ജേണിക്ക് പറയുമ്പോൾ ഇന്ന ആളുകളായിട്ടുള്ള കൊളാബറേഷൻ അവരെ ബൂസ്റ്റ് ചെയ്ത്, അവരുടെ സിനിമകളെ ബൂസ്റ്റ് ചെയ്ത് ജേണിക്ക് ഭയങ്കര ഉപകാരമായതൊക്കെ പറയാറുണ്ട്. അത്തരത്തിൽ ഈ ഫഹദ് ഫാസിലായിട്ടുള്ള കൊളാബറേഷൻ ഉണ്ടായിരുന്നു, ശ്യാം പുഷ്കരൻ, ദിലീഷ് കർണായറിനൊക്കെയുള്ള കൊളാബറേഷൻസ്. ഈ കൊളാബറേഷൻ ശരിക്കും എങ്ങനെ കാണുന്നത് ഇപ്പോഴത്തെ ഒരു പോയിന്റ്? നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കൊളാബറേഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരാളുമായിട്ട് വർക്ക് ചെയ്ത് അയാളുമായിട്ടൊരു കംഫർട്ട് ഫീൽ ചെയ്യുകയും അയാളുമായിട്ട് ക്രിയേറ്റീവ്ലി ഷെയർ ചെയ്യുന്നത് കുറച്ച് നമ്മളെയും കൂടെ സപ്പോർട്ട് ചെയ്യണം. നമ്മളിപ്പോൾ അയാളുമായിട്ട് ക്രിയേറ്റീവ്ലി ഷെയർ ചെയ്യുമ്പോൾ ഒരു കുറച്ചും കൂടെ റിസൾട്ട് ഉണ്ടാകുന്നു നമുക്ക് തോന്നുമ്പോൾ നമ്മൾ വീണ്ടും അവരുമായിട്ട് ബാക്ക് ടു ബാക്ക് വർക്ക് ചെയ്യുകയും അതിന് റിസൾട്ട് ഉണ്ടാകുകയും ചെയ്യുന്ന സാഹചര്യം തന്നെയാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അടിപൊളിയായിട്ടാണ്. ആ കാര്യത്തിൽ ഞാൻ ശ്യാം പുഷ്കരനുമായിട്ടാണ് ഏറ്റവും കൂടുതൽ ആ ഹൈകൾ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ് ഏറ്റവും കൂടുതൽ എന്താ പറയുക, അങ്ങനത്തെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുള്ളത് ആ വർക്കുകൾ തന്നെ. ഈ സിനിമാറ്റിക് ജേണിയെ പറ്റിയൊക്കെ ആളുകൾ സംസാരിക്കുമ്പോൾ പലപ്പോഴും പലരും പറയാത്ത ഇതിൻ്റെ ഒരു ക്ലോഷർ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. എൻ്റെ ഇപ്പോൾ ടാരന്റിനൊക്കെ ഇത്ര സിനിമകൾ ഞാൻ ഡയറക്റ്റ് ചെയ്യണമെന്ന് പറയുന്നതുണ്ട്. ചിലവർ ഇന്ന വർഷം ഞാൻ ഫിലിം മേക്കിംഗ് നിർത്തുന്നു പറയുന്നു. ചിലർ പറഞ്ഞിട്ടുണ്ട് ഇന്ന ജോണ്ടർ ഒരു സിനിമ ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ എൻ്റെ എൻഡ് ഓഫ് കരിയർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ദിലീഷ് പോത്തൻ എന്ന മേക്കർക്ക് ശരിക്കും ഒരു ക്ലോഷർ പ്ലാൻ ഉണ്ടോ? എനിക്കൊരു ഇപ്പം ഞാനിപ്പോൾ ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് കൊമേഴ്ഷ്യലി ഈ സിനിമ വിജയിക്കണമെന്ന് എൻ്റെ ആദ്യ സിനിമ മുതൽ ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഒരു ഫിലിം മേക്കർ എന്ന നിലയിൽ ഞാൻ മഹേഷിൻ്റെ കഥ എടുക്കുമ്പോഴോ തൊണ്ടിമുതൽ എടുക്കുമ്പോഴൊക്കെ ഞാൻ ഈ പടം തിയേറ്ററിൽ ഓടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ അടുത്ത കഥ ഞാൻ ചെയ്യാനിരിക്കുമ്പോഴും ഈ പടം തിയേറ്ററിൽ ഓടണം, കൂടുതൽ ഓഡിയൻസ് കാണണം എന്ന് പറയുന്നത് എപ്പോഴും എന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, എന്നിലെ ഫിലിം മേക്കറെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കുറച്ച് കഴിഞ്ഞിട്ടെങ്കിലും ഒരു സെമി റിട്ടയർമെൻ്റ് എങ്കിലും എടുക്കണം എന്നൊരാഗ്രഹമുണ്ട്. ഈ ഓർമ്മപ്പെടുത്തൽ ഇല്ലാത്ത സിനിമകളും കൂടെ ചെയ്യാൻ കുറച്ചും കൂടെ ഫ്രീ ആയിട്ട്, കുറച്ചും കൂടെ നമുക്ക് ചിലപ്പം ചില ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള അറ്റംപ്റ്റുകൾ നടത്തണം എന്നുണ്ടായിരിക്കും. അപ്പോൾ അതൊരു കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാനുള്ളത്. അങ്ങനെ ഒരു ഇതൊന്നുമല്ല, അത് മാത്രമേ ഉള്ളൂ എനിക്കൊരു, ഞാൻ അങ്ങനെ പറ്റിയാലൊരു കുറച്ച് 1-2 സിനിമകളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ചെറിയൊരു എന്താ പറയുക, അങ്ങനത്തെ ഒരു സെമി റിട്ടയർമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇരുന്നൊരു കുറച്ച് നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് സിനിമകളൊക്കെ ചെയ്യാനുള്ള ശ്രമങ്ങൾ, അത് പരീക്ഷണങ്ങളാകും തോറും അപകടകരമാണ്. അപ്പോൾ ഒരുപക്ഷെ ഞാൻ ശ്യാമൊക്കെ ഒരു പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങാൻ തീരുമാനിക്കുന്നത് പോലും ഇങ്ങനത്തെയുള്ള ആഗ്രഹങ്ങളുടെയും കൂടെ വേറെ എവിടെ ഉത്തരം പറയണ്ട. നമുക്കൊരു സിനിമ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു സിസ്റ്റം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സിനിമകൾക്ക് പിന്നീടെങ്കിലും ട്രൈ ചെയ്യണമെങ്കിൽ ബാക്കപ്പ് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ. എനിക്ക് തോന്നിയിട്ടുള്ള ഈ ഓഡിയൻസ് എപ്പോഴും സിനിമ വിലയിരുത്തുന്നതിൽ അതിപ്പോൾ റിവ്യൂ പറയുന്ന ഒരാൾ മുതൽ പ്രേക്ഷകർ അടക്കം അവർ നിത്യജീവിത ചർച്ചകളുടെ സിനിമ പറയുമ്പോൾ അത് എത്ര കളക്ഷൻ നേടി, തിയേറ്ററിൽ എത്ര ഓടിയ പടമാണോ, ഓടിയ പടമല്ലേ, ഒരാഴ്ച കൊണ്ട് പടം മാറിപ്പോയില്ലേ, ഈ റണ്ണിങ്ങും ഇതിൻ്റെ ഫൈനാൻസ് എപ്പോഴും ഡിസ്കഷന് വരാറുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ പലപ്പോഴും ഒരു 100% ഇൻഡിപെൻഡൻ്റ് ആയ പ്യുവർലി എക്സ്പെരിമെൻ്റൽ ആയ സിനിമകൾക്ക് സ്കോപ്പും കുറവാണല്ലോ. അതോടെ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത്, ആളുകളെ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത്, അതിൽ എങ്ങനെയാണ് കാണുന്നത്? അപ്പം അതിനൊരു ഓഡിയൻസ് ഉണ്ടാവുമായിരിക്കും. ആ ഓഡിയൻസ് ഒത്തിരി വൈഡ് അല്ല എന്നുള്ളതാണ് മാർക്കറ്റിൻ്റെ പ്രശ്നം. അപ്പം നമുക്കത് ചെറിയ ബഡ്ജറ്റിൽ ചെയ്യാൻ ശ്രമിക്കുക എന്നൊക്കെ ഉള്ളതേ ഉള്ളൂ. ഇപ്പം നമുക്കതിനെ പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റില്ല. എപ്പോഴും കാരണം ഇതൊരു ഇൻഡസ്ട്രി ആണല്ലോ, ഇവിടെ ഒരു കച്ചവടം ഇതിനിടയ്ക്കുള്ള സ്ഥിതിക്ക് നമുക്ക് അതിൽ നിന്ന് വരുന്ന നമ്പേഴ്സ് ആ ഫിഗർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. എന്ത് പറഞ്ഞാലും നമുക്ക് ആ ഫിഗർ ഇമ്പോർട്ടൻ്റ്, എന്നാലേ ഇൻഡസ്ട്രി മുമ്പോട്ടേക്ക് മൂവ് ചെയ്യും. പക്ഷേ നമുക്ക് ഈ പറഞ്ഞ പോലെയാണ്, നമുക്ക് ഇത്രയും വലിയ ഒരു നേട്ടം കിട്ടുമ്പോൾ നമുക്കൊരു ചെറിയ വിഹിതം ഈ ഇൻഡസ്ട്രിയുടെ ഒരു അറ്റംപ്റ്റിന് വേണ്ടി മാറ്റി വെക്കാമെന്നൊരു പ്രൊഡ്യൂസറോ ഒരു ഇൻവെസ്റ്റർ അല്ലെങ്കിൽ ഒരാൾ തീരുമാനിക്കുന്നിടത്ത് ആണ് അത് സംഭവിക്കുന്നത്. നമുക്ക് ഒരു പടം ചെയ്ത് അല്ലെങ്കിൽ കുറച്ച് കാലമായിട്ട് നമ്മൾ സിനിമയിൽ വർക്ക് ചെയ്യണം, നമുക്ക് കുറച്ച് ഫിനാൻഷ്യൽ ബെനിഫിറ്റ് നമുക്ക് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൽ നിന്നൊരു ചെറിയ വിഹിതം നമ്മുടേതായ തന്നെ ചെറിയ പരീക്ഷണങ്ങൾക്ക് എടുത്ത് കരുതി വെക്കുക എന്ന് പറയുന്നത് തന്നെ, അത്രയേ ഉള്ളൂ. ഈ 2 മൊമെൻറ്റ് ചോദിക്കാം. 2 മൊമെൻറ്റും അടുപ്പിച്ചടുപ്പിച്ച് വന്ന ഒന്ന് ഈ മഹേഷിൻ്റെ നാഷണൽ അവാർഡും 2 തൊണ്ടിമുതലെ നാഷണൽ അവാർഡും. ഇത് എവിടെ വെച്ചാൽ കേൾക്കുന്നത്, എങ്ങനെയായിരുന്നു മൊമെൻറ്റ്? അയ്യോ, അതെന്തെങ്കിലും പ്രതീക്ഷകളുണ്ടായിരുന്നോ നേരത്തെ തന്നെ? എനിക്കത് എവിടെ വെച്ചാന്ന് ഞാൻ കൃത്യം ഓർക്കണില്ല. അത് പ്രതീക്ഷയൊന്നുമില്ല, പ്രത്യേകിച്ച് മഹേഷിന്. തൊണ്ടിമുതൽ പിന്നെയും ചിലപ്പോൾ എനിക്കറിയില്ല, എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ ഞാൻ സത്യത്തിൽ അങ്ങനെ ഭയങ്കരമായിട്ട് അതിനെ കണ്ടിരുന്ന ഒരാളല്ല, ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചിരുന്ന ഒരാളുമല്ല. എനിക്കങ്ങനെ കിട്ടിയപ്പോൾ ഒരു സന്തോഷം. അത് ചിലപ്പം തൊണ്ടിമുതൽ പോലുള്ള സിനിമയ്ക്ക് പ്രചോദനമായിട്ടുണ്ടാവും മഹേഷിൻ്റെ അവാർഡ് എന്നുള്ളതേ ഉള്ളൂ. അതിനകത്ത് ഞാൻ അങ്ങനെ ഭയങ്കര അതിനകത്ത് കോൺഷ്യസ് ആയിരുന്നില്ല.
ഞാൻ പക്ഷെ ഓർക്കുന്നില്ല ഇവിടെ. ഈ അധികം സംസാരിച്ച് കാണാത്തൊരു ക്യാരക്ടറായിട്ട് ചോദിക്കാൻ തോന്നുന്നു. എനിക്ക് തോന്നുന്നു ട്രാൻസും 5ാം വർഷത്തേക്ക് വരുവാണ് ഈ വർഷം വരുമ്പോൾ. അതിലെ അവറാച്ചൻ, ആ ക്യാരക്ടറിങ് ഭയങ്കര രസമായിട്ട് തോന്നുന്നുണ്ട്. നിങ്ങൾ ഈ ഓൺ സ്ക്രീൻ പോർട്രേയിൽ ഭയങ്കര രസമുള്ള മൊമെന്റുകളായി തോന്നുന്നുണ്ട്. ഈ പ്രത്യേകിച്ച് ഈ ഫഹദിന്റെ ക്യാരക്ടറിനെ ജോഷുവ ആക്കുന്ന പോയിന്റുകൾ, ട്രെയിനിങ് കാര്യങ്ങൾ, അവിടുന്ന് ജോഷു ആയി കഴിഞ്ഞ് ജോഷു ഇത്ര ആയോ എന്നുള്ള ഇയാളുടെ പേടി അടക്കം ഉള്ള ക്യൂരിയോസിറ്റികൾ, കാര്യങ്ങൾ, ആ ക്യാരക്ടറിന് ഇപ്പം എങ്ങനെയാണ് റീകളക്ട് ചെയ്യുന്നത്? അടിപൊളിയാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ ഈ നമുക്കിങ്ങനെ റിപ്പീറ്റായിട്ട് അപ്രിസിയേഷൻ കിട്ടുന്ന ക്യാരക്ടേഴ്സിൽ ഒന്ന് തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളതിൽ. പലരും എവിടെയെങ്കിലും വെച്ച് കാണുമ്പോഴത്തേക്കും പറയല്ലോ ഇങ്ങനെ സംസാരിച്ചു തുടങ്ങുമ്പോൾ പറയുമ്പോൾ പെട്ടെന്ന് ട്രാൻസിനെ കുറിച്ച് പലരും പറയാറുണ്ട്. എനിക്ക് തോന്നുന്നു എനിക്ക് ക്രിസ്ത്യാനിറ്റി ആയിട്ടോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളെയൊക്കെയുള്ള പരിചയങ്ങളൊക്കെ ചിലപ്പോൾ സഹായമായിട്ടുണ്ടാവാം. പിന്നെ ഈ അവറാച്ചൻ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് അൻവർ റഷീദ് എന്ന് പറയുന്ന ഒരു ഡയറക്ടർ ഭയങ്കര ഫാക്ടറായിരുന്നു. അൻവർ റഷീദ് എന്നുള്ള ഡയറക്ടർ ഇപ്പം എനിക്ക് പുള്ളിയിലുള്ള വിശ്വാസമൊക്കെ ഭയങ്കര ഫാക്ടറായിരുന്നു. കാരണം ഇച്ചിരി ഒരു വേറെ ടൈപ്പിൽ ചെയ്യേണ്ട ക്യാരക്ടറാണ്. അപ്പോൾ ഇച്ചിരി ചിലപ്പോൾ ഓവറായി പോകാൻ കയ്യിൽ നിന്ന് പോകാവുന്നൊക്കെ ഒരു ക്യാരക്ടറാണ്. അപ്പം കുറച്ച് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റിയത് നമുക്ക് ട്രസ്റ്റ് ഉള്ളൊരു ഡയറക്ടർ കൂടെ ഉള്ളതുകൊണ്ട് മണ്ടത്തരം കാണിച്ചാൽ പിടിച്ചോളൂ എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ സഹായിച്ചിട്ടുണ്ടാവും. ഇതേപോലെ എല്ലാവിധ ആശംസകളും ഔസേപ്പിനും വരാൻ പോകുന്ന സിനിമാറ്റിക് ജേണിക്കും. താങ്ക് യു.